നമ്മളിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം കൃഷിഭൂമി ഒരുക്കൽ അല്ലെങ്കിൽ മണ്ണൊരുക്കൽ. ഏതൊരു കൃഷിക്കും ഇത് ആവശ്യമാണല്ലോ. ഏതൊരു കൃഷി ആയിക്കോട്ടെ, 10 മണിച്ചെടി മുതൽ പ്ലാവ്, മാവ്, തെങ്ങ്, അടയ്ക്കാമരം, ഏത് ചെടികളായിക്കോട്ടെ, ഇന്ന് വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു രീതി. കാട് പോലെയല്ലല്ലോ. നമുക്കപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മണ്ണ് ഒരുക്കാനുണ്ട്, ആ പരിസരം ഒരുക്കാനുണ്ട്, അവിടുത്തെ ജലസേചന രീതികൾ ഒരുക്കാനുണ്ട്, അതിരുകൾ ഒരുക്കാനുണ്ട്. ഇങ്ങനെ നമ്മൾ ആദ്യകാലത്തൊക്കെ കാള അല്ലെങ്കിൽ മനുഷ്യന്മാർ തന്നെ കൈക്കോട്ടും ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് മണ്ണിനെ റെഡിയാക്കുന്നു. ഇന്നത് ഒരു കാളയ്ക്കുടെ ഹോഴ്സ് പവറിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടിയും ശക്തിയുള്ള യന്ത്രോപകരണങ്ങളാണ് നമ്മൾ കൃഷിഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. മണ്ണൊരുക്കാനും കൃഷിഭൂമി ഒരുക്കാനും അതല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഒരുക്കുക എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ആവശ്യമാണ് അല്ലേ. പക്ഷെ ഇന്നത്തെ കൺസെപ്റ്റിൽ കൃഷിഭൂമി ഒരുക്കലിന് ഒരു ചില വിവരണങ്ങൾ, വിശദമാക്കൽ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ, മനസ്സിലാക്കൽ നടന്നിട്ടുണ്ട്. എത്ര കണ്ട് നമ്മൾ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നുവോ, മിനിമം ടില്ലിങ് അല്ലെങ്കിൽ മിനിമം ഉഴുത് മറയ്ക്കൽ എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. പണ്ടുകാലത്തൊക്കെ, മുൻകാലങ്ങളിൽ എത്രമാത്രം ഉഴുതു മറിക്കാമോ അത്രമാത്രം നല്ലതാണെന്നാണ് പറഞ്ഞിരുന്നത്. അന്നത് വിഷയം മനസ്സിലായിരുന്നില്ല, എന്താ അതിൻ്റെ കാരണം എന്നുള്ളത്. അതിലൂടെ നഷ്ടപ്പെടുന്ന എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിരുന്നില്ല. കൂടുതൽ ഉഴുതു മറിക്കുന്നതിലൂടെ നമ്മുടെ മൈക്രോബിയൽ ആക്ടിവിറ്റി വളരെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ പൂച്ചിപ്രാണികളും അതിലൂടെ ഇല്ലാതാവാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്, അതിൻ്റെ പോപ്പുലേഷൻ കുറയാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെയാണത്. അതിലൂടെ പല പോഷകങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, മണ്ണിൻ്റെ സ്ട്രക്ചറിന് കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ചില്ലിങ്, മിനിമം ഉഴുതുമറിക്കൽ എന്നൊരു കാരണം, അതല്ലാതെ പറ്റില്ല. ചില ഭൂമിയിലൊക്കെ പൊന്തിയും താന്നും കുഴിയും കുണ്ടും കുഴിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. കൃഷി ഒരുക്കുക എന്ന് പറഞ്ഞാൽ, കൃഷിഭൂമി ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങൾ കൂടി ഒരുക്കുക എന്നാണല്ലോ. ഇറിഗേഷൻ സൗകര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് ഡ്രിപ്പ് ലൈൻ, പലതരത്തിലുള്ള ജലസേചന പദ്ധതികൾ ഒരുക്കിയെടുക്കാറുണ്ട്. ആ മണ്ണിനെ തന്നെ, ചിലപ്പോൾ മണ്ണ് വളരെ ഉറച്ച് കട്ടയായിട്ടുള്ള പ്രദേശമായിരിക്കും, ബണ്ടുകൾ, തിണ്ടുകൾ, റിഡ്ജസ്, ഓരോരോ സ്റ്റെപ്പായിട്ട് എടുക്കുന്ന രീതികൾ, ഇങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കൃഷിഭൂമി ഒരുക്കൽ എന്നൊരു വാക്കിന് ചില ഓരോ പ്രദേശത്തിനനുസരിച്ച് ഓരോ മണ്ണനുസരിച്ചും ചെയ്തെടുക്കേണ്ടതുണ്ട്. അതല്ലാതെ കൃഷി നമുക്ക് സൗകര്യത്തിന് ആക്കി മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പോലും ഉഴുതുമറിക്കൽ വളരെ കുറച്ച്, ചില സ്ഥലത്ത് ചിലപ്പോൾ ഹാർഡായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അത് ഒരു പ്രാവശ്യത്തേക്ക്, ഇനി കാലാകാലത്തേക്ക് അത് മതി, ഈ കൃഷിഭൂമി ഒരുക്കൽ മതി എന്നൊരർത്ഥത്തിലായിരിക്കണം അതിനെ കാണേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത്. അടുത്ത സീസൺ തൊട്ട് ഇത്രയും യന്ത്രോപകരണങ്ങൾ ആവശ്യമില്ല, ഇനി ചെറിയൊരു യന്ത്രമോ അല്ലെങ്കിൽ 1-2 പേരുടെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ അധ്വാനം മാത്രം മതി എന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജലസേചന സൗകര്യങ്ങളും ലൈനുകളും അതിൻ്റെ വിഡ്ത്തും നീളവും വീതിയും ഒക്കെ ഉണ്ടല്ലോ. പ്ലാന്റുകളുടെ രീതി അനുസരിച്ച് നമ്മൾ ഏത് ചെടികളാണോ വളർത്താൻ പോകുന്നത് അതിനനുസരിച്ച് കുഴികൾ എടുക്കേണ്ടി വരും, ബെഡ് ഉണ്ടാക്കേണ്ടി വരും, ഉയരം കൂട്ടേണ്ടി വരും. ചിലയിടത്ത് താഴ്ന്ന പ്രദേശമായിരിക്കും, അപ്പോൾ ബെഡ് ഉണ്ടാക്കി മേലേക്ക് കൊണ്ടുപോകേണ്ടി വരും, മേലെ ഉയർത്തേണ്ടി വരും. 1 അടിയോ 1.5 അടിയോ 2 അടിയോ ഒക്കെ ഉയർത്തേണ്ടി വരാം. അപ്പോൾ ഇതും കൂടി കൃഷിക്കാരൻ മനസ്സിലാക്കും. ഓരോ സീസണിൽ എനിക്ക് എന്തെല്ലാം കൃഷി ചെയ്യാനുണ്ട്, അതെങ്ങനെയായിരിക്കണം, അതൊക്കെ അനുസരിച്ചാണ് കൃഷിഭൂമി ഒരുക്കുക എന്ന് പറഞ്ഞാൽ. കൃഷിഭൂമി ഒരുക്കുന്നതിൻ്റെ രണ്ടാമത്തെ ആവശ്യമാണ് അതിലേക്ക് പല വസ്തുക്കളും ചേർക്കുക എന്നുള്ളത്. അതിപ്പോൾ എണ്ണിയാൽ, എന്താ പറയുക, എഴുതിയാൽ ഒരു പേജൊക്കെ എഴുതേണ്ടി വരും. ചാണകം, ആട്ടുംകാഷ്ടം, കോഴിക്കാഷ്ടം, അങ്ങനെ എന്തെല്ലാമാണോ, അങ്ങനെ എന്തെന്നില്ല. എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാമോ അതൊക്കെ ചേർക്കുക എന്നുള്ളതാണ്. ഓർഗാനിക് തുടക്കം കൃഷിഭൂമി അത് തയ്യാറാവുകയാണ് അല്ലേ. ആ തയ്യാറാവുന്ന സമയത്ത് ഭാവിയിലേക്ക് നമ്മുടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ആ മണ്ണ് എന്ന് പറയുന്നത് എന്താ, ജീവനുള്ളൊരു വസ്തുവാണ് അല്ലേ.
മണ്ണ് എന്നതല്ല ജീവനുള്ള വസ്തു, മണ്ണിൽ അടങ്ങിയിട്ടുള്ള ആ മണ്ണിനെ പരിപോഷിപ്പിക്കാൻ വഴിയൊരുക്കുന്ന അവിടെ അനവധി ജീവികളുണ്ട്. മണ്ണിരകളായിട്ടും മൈക്രോബുകളായിട്ടും അല്ലെങ്കിൽ മറ്റാ സോയിൽ ഫുഡ് വെബിലെ എല്ലാ അംഗങ്ങളും അവരെല്ലാവരും ജീവിക്കേണ്ട ഒരു സ്ഥലമാണത്, അല്ലെ, ഒരിടം. ആ സ്ഥലം അവർക്ക് യോജ്യമല്ലാത്തൊരു രൂപത്തിലാണെങ്കിൽ പിന്നെ മണ്ണ് ജീവനുള്ളതാവില്ല. മണ്ണ് ജീവനുള്ളതാണെന്ന് പറയുന്നതിന് അർത്ഥം അതാണ്. മന്ദരികൾക്ക് ജീവനല്ല, മണ്ണിൽ ഒതുങ്ങിയിരിക്കുന്ന ജീവിക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ സകലമാന ജീവജാലങ്ങളുടെയും, അതിനുതകുന്ന തരത്തിലായാൽ മാത്രമേ അവിടെ വളരാൻ പോകുന്ന ചെടികൾക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവുള്ളൂ. കാരണം ചെടികളുടെ വളർച്ച എന്നത് ഈ സകലമാന പൂച്ചിപ്രാണികളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ചെടികളുടെ വളർച്ചയെ മുഴുവൻ പരിപാലിക്കുന്നത്, അവർക്ക് ചെടിക്ക് വേണ്ടുന്ന ഏതൊരു സസ്യങ്ങൾക്കും വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തി കൊടുക്കുന്നത് അവിടുത്തെ പൂച്ചിപ്രാണികളാണ്, മൈക്രോബുകളും കൂടിയിട്ടാണ്. അതേപോലെ തന്നെ തിരിച്ചും ചെടിയാണ് ആ മണ്ണിനെ തുടർന്നുള്ള കാലങ്ങളിൽ സംരക്ഷിക്കുന്നത്, തീറ്റിപ്പോറ്റുന്നത് എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ചെയ്തെടുക്കുന്നത് ചെടിയും കൂടിയിട്ടാണ്. ചെടി ഒരു സ്ഥലത്ത് ഒരിടത്തിൽ വളരുന്നതിനർത്ഥം സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നു. ചെടി ഇല്ലെങ്കിലോ അവിടെ സൂര്യപ്രകാശം വലിച്ചെടുക്കുന്ന പ്രക്രിയ നടക്കില്ല. തീർച്ചയായിട്ടും ചില മൈക്രോബുകൾക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷേ അത് പൂർണ്ണ രൂപത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചെടി വളരണം. അവിടെ എത്രമാത്രം ചെടികൾ വളരുന്നോ എത്രമാത്രം സൂര്യപ്രകാശം മണ്ണിലേക്ക് തട്ടാതിരിക്കുന്ന വിധത്തിൽ ചെടികൾ വളരുന്നു, അത്രമാത്രം ആ സൂര്യപ്രകാശത്തിന്റെ ടാപ്പിങ്സ്, ഫോട്ടോസിന്തസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം ഫോട്ടോസിന്തസിസ് നടക്കുന്നോ അത്രമാത്രം മണ്ണിലേക്ക് കാർബൺ നിക്ഷേപിക്കപ്പെടുന്നു എക്സുഡേറ്റ് വഴി. അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരു ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കൃഷിഭൂമി ഒരുക്കൽ അല്ലെങ്കിൽ മണ്ണൊരുക്കൽ എന്ന പ്രക്രിയ. മാത്രമല്ല കൃഷി എളുപ്പമാക്കി മാറ്റുക. കൃഷിക്കാരന് വളരെ എളുപ്പത്തിൽ ജലസേചനം നടത്താൻ പറ്റുന്ന, നടന്നു നീങ്ങാൻ പറ്റുന്ന, ഓരോ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ അതിനെ ഒരുക്കിയെടുക്കുക എന്നുള്ളത്. അത് എന്നേക്കുമായിട്ട് ഓരോ സീസണിലും അതുപോലെ നടത്തിയെടുക്കുക എന്നല്ല, എന്നേക്കുമായിട്ട് ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ ഇനി ഈ സിസ്റ്റം അതേപോലെ തുടർന്നാൽ മതി. കൃഷിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ, സസ്യങ്ങളുടെ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ ഇതേപോലെ മതി എന്ന അർത്ഥത്തിൽ. ഓരോ ചെടികൾക്കും ഓരോ അകലുണ്ടല്ലോ, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. ബെഡുകളുടെ വലിപ്പം, ഉയരം, ഇതൊക്കെ ചിലപ്പോൾ മാറിയെന്ന് വരാം. പക്ഷെ പൊതുവിൽ നമ്മൾ പച്ചക്കറി കൃഷി നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസ് മാത്രം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസിൻ്റെ ഇടഭാഗത്ത് ഇടവളകൾ കൂടി നടത്താൻ പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ദൂരപരിധികൾ നിശ്ചയിച്ചുകൊണ്ട് ബെഡുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുഴികൾ ഉണ്ടാക്കുന്നു. ഇടഭാഗങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ ദൂരപരിധികൾ നിശ്ചയിക്കുന്നു. എന്തിനാണ്? ജലസേചന സൗകര്യം. നമ്മൾ ഡ്രിപ്പ് ലൈനൊക്കെ ഇടുമ്പോൾ അതിനുള്ള ആ ഒരു സൗകര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൂരപരിധികൾ നിശ്ചയിച്ച് ആ പൈപ്പ് ലൈൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയെടുക്കുന്നു. അപ്പോൾ എളുപ്പമായിട്ട് മാറുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നമുക്കൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും വെള്ളത്തെന്ന് ഇന്നത്തെ കാലത്ത് വെള്ളം എത്തിക്കാമെന്ന് മാത്രമല്ല, ഓരോ തവണ നമ്മൾ ജലസേചനം നടത്തുമ്പോഴും അതിൽ പോഷകങ്ങൾ കൂടി നൽകാൻ കഴിയുന്നു. ആ വിധത്തിലായി കഴിഞ്ഞ് നമ്മുടെ വളങ്ങളെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, അല്ലെങ്കിൽ വളങ്ങൾ ഏത് തരത്തിൽ മണ്ണിലേക്ക് എത്തിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു രീതികളൊക്കെ വളരെ വിപുലമായ രീതിയിൽ അത് വളർത്തിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഈ ജലസേചനത്തിൻ്റെ വേണ്ടിയിട്ടുള്ള പൈപ്പുകളൊക്കെ ഒരുക്കിയെടുക്കുന്നത്. അതിൻ്റെ ദൂരം, നീളം, അതിൻ്റെ ഡ്രിപ്പിൻ്റെ ദൂരം എല്ലാം നിശ്ചയിക്കുകയാണ്. ഓരോ ഡ്രിപ്പ് പൈപ്പ് മേടിക്കുമ്പോഴും 45 സെൻറ്റിയുടെ വേണോ, അതായത് 1.5 അടിയുടെ വേണോ, 2 അടി വേണോ, 3 അടിയുടെ വേണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഓരോ തടത്തിലേക്കും എത്രമാത്രം എമിറ്റേഴ്സ്, ഡ്രിപ്പ് ലൈൻ ഉണ്ടായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്, തടങ്ങളിൽ മാത്രമല്ല തടങ്ങൾക്ക് പുറത്തും എത്രമാത്രം വെള്ളം വീഴണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു കണക്കുകൂട്ടലുണ്ട്. ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ കൃഷിഭൂമി ഒരുക്കുന്നത്. അപ്പോൾ ആ കൃഷിഭൂമി ഒരുക്കുമ്പോൾ അതിൽ ചേർക്കേണ്ട വസ്തുക്കൾ എന്തെല്ലാമായിരിക്കണം? അതായത് മണ്ണ് ഉഴുതു മറിക്കുന്നു, ആ സമയത്ത് നമ്മൾ കളകളൊക്കെ ഉണ്ടായിരിക്കും, കളകളൊക്കെ വെട്ടി അവിടെ തന്നെ ഇടുന്നു. കൂടുതൽ ഓർഗാനിക് മാറ്റർ, അതായത് പുതയിടാൻ വേണ്ടിയുള്ള വസ്തുക്കൾ കൂടി നമ്മൾ കൊണ്ടുവരക്കാറുണ്ട്. കൃഷിഭൂമിയെല്ലാം ഒരുക്കിയതിന് ശേഷം മേൽഭാഗത്ത് പുതയിടുക, മൾച്ചിങ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഓർഗാനിക് വസ്തുക്കൾ നമ്മൾ
പ്ലാൻ ചെയ്യാറുണ്ട്. ബെഡിലൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കനത്തിലോ 2 ഇഞ്ച് കനത്തിലോ 5 ഇഞ്ച് കനത്തിലോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റോ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും അതൊക്കെ. അപ്പോൾ മണ്ണിൽ അടിയിൽ ചേർക്കേണ്ട വസ്തുക്കൾ, ആദ്യത്തെ ഒരടി മണ്ണ്, അതിൽ മാക്സിമം ഓർഗാനിക് മാറ്റർ ചെന്ന് ചേരുന്ന വിധത്തിലായിരിക്കും എല്ലാവരും കൃഷിഭൂമി ഒരുക്കാൻ തയ്യാറാവുന്നത്. മിക്കവാറും വളരെ നല്ല രീതിയിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ തടസ്സങ്ങളില്ലാതിരിക്കാൻ, ചെടികളൊക്കെ നല്ല രൂപത്തിൽ വളർന്ന് ആരോഗ്യത്തോടെ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ അതിലേക്ക് ചേരുവകൾ ചേർക്കാറുണ്ട്, ഓരോരുത്തരുടെ ബജറ്റ് അനുസരിച്ച്. ആ ബജറ്റിനെ റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിഭൂമി നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഏതൊരു ശ്രമം തുടരുമ്പോഴും അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു നിക്ഷേപം അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ മണ്ണിന് എത്രമാത്രം വളങ്ങൾ ചേർക്കണം, പോഷകങ്ങൾ ചേർക്കണം, അല്ലെങ്കിൽ ഖരവസ്തുക്കൾ ചേർക്കണം എന്നത് ഓരോരുത്തരുടെ ബജറ്റ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ കൃഷി എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിരിക്കും. ദീർഘകാലം തരുന്ന തെങ്ങ്, കവുങ്ങ് അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. കാരണം അതൊരു 5, 10, 20, 30, 50 വർഷം നീണ്ടു നിൽക്കുന്നൊരു കൃഷിയായിരിക്കും. എപ്പോഴും നടേണ്ട ആവശ്യമില്ല. അതേസമയം പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മാസത്തെ പ്രായമുള്ളൂ, അല്ല 1 മാസം മുതൽ 3 മാസം 4 മാസം പ്രായമുള്ളൂ. ചിലതൊക്കെ 5 മാസം 6 മാസം വരെ നിൽക്കാം. പക്ഷെ പൊതുവിൽ ഒരു 3 മാസം 4 മാസം കൃഷി എന്നതാണ് ഒരു സീസൺ, ആ ഒരു കാലയളവിനെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുവിധം പച്ചക്കറികളെല്ലാം തന്നെ. അപ്പോൾ ആ 4 മാസത്തിനുള്ളിൽ തന്നെ ചെടിക്ക് ലഭിക്കേണ്ടുന്ന വസ്തുക്കൾ, തെങ്ങിനെ പോലെയല്ല അപ്പോൾ ഒരു വർഷത്തിൽ പലതവണ കൊടുക്കുക എന്നുള്ളതല്ല, 4 മാസത്തിലൊരിക്കൽ എന്നുള്ളതല്ല. 4 മാസം വരെ ആ ചെടിക്ക് യാതൊരു കുറവുണ്ടാകാൻ പാടില്ല. കാരണം പോഷകങ്ങൾ കുറയും തോറും രോഗങ്ങളും കീടങ്ങളും ചെടികളുടെ സ്തംഭനാവസ്ഥയും കുരുടിപ്പും മുരടിപ്പും അങ്ങനെ നൂലാമാലകളുടെ ഒരു കൊള്ളയായിരിക്കും. അതില്ലാതിരിക്കാൻ ആണ് നമ്മൾ ഈ വസ്തുക്കൾ ചേർക്കുന്നത്. മണ്ണിൻ്റെ സ്ട്രക്ചർ മെച്ചപ്പെടാനും വേണ്ടിയിട്ട്, മണ്ണിലെ സകലമാന ജീവജാലങ്ങൾക്കും പൂച്ചിപ്രാണികൾക്കെല്ലാം ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. നന്നായിട്ട് എയറേഷനുള്ള, വളരെ എയറോബിക് ആയിട്ടുള്ള, ഉറച്ച് കട്ടയാകാൻ പാടില്ലാത്ത, മണ്ണിലേക്ക് വെള്ളം മഴക്കാലത്തോ അല്ലെങ്കിൽ ജലസേചന സമയത്തോ നന്നായിട്ട് ആഴ്ന്നിറങ്ങാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു മിശ്രിതമാക്കി മാറ്റുന്നതിന്. എല്ലാ മണ്ണിലും വെള്ളം നന്നായിട്ട് ആഴ്ന്നിറങ്ങണം, കെട്ടിക്കിടക്കാൻ പാടില്ല, ഉറച്ചു നിൽക്കാൻ പാടില്ല. കൃഷിഭൂമിയെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ പൊതയിടുന്നു. കൃഷിഭൂമി ഒരുക്കുന്ന സമയത്തോ ഒരുക്കി കഴിഞ്ഞിട്ട് സമയത്തോ അല്ലെങ്കിൽ ചെടികൾ വെച്ചതിന് തടങ്ങളിൽ മാത്രമോ അവൈലബിലിറ്റി അനുസരിച്ച്, ലഭ്യത അനുസരിച്ച്. ചിലർ തടത്തിൽ നിന്ന് തുടങ്ങുന്നു, ചിലർ എല്ലാ ഭാഗത്തും പൊതയിടുന്നു. അതെല്ലാം തന്നെ അവിടുത്തെ ആ ഒരു മൈക്രോ ക്ലൈമറ്റിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലാണ്. അപ്പോൾ എത്രമാത്രം അളവിലിടണം, ഇതെല്ലാം ചേർക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ മീറ്റർ, ഞാൻ ഒരു ഏകദേശ കണക്ക് പറയാണ്, ഒരു സ്ക്വയർ മീറ്ററിലേക്ക് ഖരവസ്തുക്കൾ ഒരു 3, 4, 5 കിലോ ഒരു സ്ക്വയർ മീറ്റർ. ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ 4000 ചില്ലുവാനും ഒരു 4300 സ്ക്വയർ മീറ്റർ ഉണ്ട് അല്ലേ, 43,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഒരു സ്ക്വയർ മീറ്റർ 1 മീറ്റർ ബൈ 1 മീറ്റർ എന്ന സ്ഥലത്തേക്ക്, തടങ്ങളിൽ മാത്രമല്ല, ബെഡിൽ മാത്രമല്ല, ആ കൃഷിഭൂമിയിൽ മൊത്തത്തിൽ ഒരു സ്ക്വയർ മീറ്ററിന് 3 കിലോ മുതൽ 5 കിലോ 6 കിലോ വരെ ഇടുന്നവരുണ്ട്. അതായത് ഒരു ഏക്കറിന് 15 ടൺ മുതൽ 25 ടൺ വരെ. ടൺ എന്ന് പറയുമ്പോൾ വലിയൊരു കണക്കായി മാറിയില്ല, വലിയ അളവ് ഭാരമായിട്ട് മാറി. കിലോ കണക്കിന് മാത്രം നമ്മൾ ഓരോ ക്രയവിക്രയങ്ങൾ നടത്തിയിരിക്കുന്നവർക്ക് 25 ടൺ 20 ടൺ കമ്പോസ്റ്റ് അല്ലെങ്കിൽ പക്ഷിമൃഗാദികളുടെയൊക്കെ എക്സ്ക്രീറ്റ്സ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കണക്കായിട്ട് മാറും അവർക്ക്. ഇത്ര അധികമൊന്നും അമ്പരന്ന് പോകും. പക്ഷെ അത്രയും ആവശ്യമുണ്ട് ആ കൃഷിഭൂമി മെച്ചപ്പെടുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നീടുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ അതൊരു 10 ടണ്ണായിട്ടോ 15 ടണ്ണായിട്ടോ 12 ടണ്ണായിട്ടോ 8 ടണ്ണായിട്ടോ കുറയ്ക്കാം അടുത്ത സീസൺ. അത് ആ മണ്ണിൻ്റെ മെച്ചപ്പെടലനുസരിച്ച്, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മണ്ണിൻ്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിനനുസരിച്ച് ഏറിയും കുറഞ്ഞും നമുക്കത് അടുത്ത സീസൺ മുതൽ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് മണ്ണിനെ മെച്ചപ്പെടുത്തി സോയിൽ ബിൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ അത് സാധിച്ചെടുക്കാൻ സാധിക്കുള്ളൂ, കൃഷി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ സ്ലൈഡിൽ എനിക്ക് പറയാനുള്ളത്.
അതായത് ഒരു സോയിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതായത് സ്ട്രക്ചർ ഒരുമിച്ച് മൊത്തത്തിൽ 25% വായു സഞ്ചാരം ഉണ്ടായിരിക്കണം, 25% വെള്ളം മോയ്സ്ചർ ഉണ്ടായിരിക്കണം, 45% മിനറൽസ് ഉണ്ടായിരിക്കും. മണ്ണ് എന്ന് പറഞ്ഞാൽ മിനറൽസ് ആണ് മുഴുവൻ. ഏറിയും കുറഞ്ഞും ഓരോ പ്രദേശത്തിനനുസരിച്ച് അല്ലെ, കൽപ്രദേശങ്ങൾ, മണൽ പ്രദേശം, ചെളി കൂടുതലുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള മണ്ണുകളുണ്ട്. അതിനനുസരിച്ച് മിനറൽസ് എന്ന് പറയുന്നത് ഏറിയും കുറഞ്ഞും ചില മിനറൽസിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം. അത് പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് പല വസ്തുക്കളും ചേർക്കുന്നത്, പല വളപ്രയോഗങ്ങളും നടത്തിയെടുക്കുന്നത്. എന്താണോ കുറവുള്ളത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഓർഗാനിക് മാറ്റർ അത്ര കണ്ട് ചേർക്കുന്നുവോ അതിനനുസരിച്ച് പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടി പ്രത്യേകം മണ്ണ് പരിശോധനയൊന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും മണ്ണ് പരിശോധന ഞാൻ എതിർക്കുകയല്ല ചെയ്യുന്നത്, വലിയ പ്രാധാന്യം വരുന്നില്ല. കാരണം ഓർഗാനിക് മാറ്റർ നിങ്ങൾ നല്ല രീതിയിൽ നടക്കാന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് മാറുന്നില്ല. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ. പിന്നീട് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യാം, അല്ലേ? അതാണ് ഈ മിനറൽസ് എന്ന് പറയുന്നത്. 5% ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നു. ഇങ്ങനെ ഈ വസ്തുക്കളെല്ലാം ചേർന്ന, വെവ്വേറിട്ടല്ല നിൽക്കുന്നത്, ഇതെല്ലാം ചേർന്ന ഒരു കോമ്പോസിഷനാണ് ഈ സോയിൽ അപ്രോക്സിമേറ്റ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിൽ 25% എയർ, 25% വാട്ടർ, 45% മിനറൽ, 5% ഓർഗാനിക് മാറ്റർ. ആ 5% ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് തന്നെ 10% ഓർഗാനിസംസ്, അതായത് 10% പൂച്ചിപ്രാണികളെല്ലാം, 10% അതിൽ പലതരത്തിലുള്ള വേരുകളും മറ്റു പല അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം, 80% ഹ്യൂമസ് ഉണ്ടാകണം. 5% ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും നല്ല മണ്ണെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മണ്ണെന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക് മാറ്റർ ഇപ്പോൾ ഒരു 0.2, 0.3, 0.5% 1% എന്നത് വളരെ അപൂർവമാണ്. അപ്പോഴാണ് നമ്മൾ 5% കുറിച്ച് പറയുന്നത്, അല്ലേ? 5% അല്ല, അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. 8, 10, 12, 20, 25% ആയാലും കുഴപ്പമൊന്നുമില്ല. അത്രയും ഫലഭൂയിഷ്ഠമായിട്ട് മാറുന്നു. നമ്മളുടെ ഷെരീഫയുടെയും അല്ലെങ്കിൽ രജനി ടീച്ചറുടെ ഒക്കെ മണ്ണ് പോലെ അതിൻ്റെ ചിത്രങ്ങളെയാണ് പിന്നീട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. 2ാമത്തെ സ്ലൈഡിൽ 3ാമത്തെ സ്ലൈഡിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്രയും പുഷ്ടിപ്പെട്ട് വരുമ്പോൾ ചെടികളുടെ വളർച്ച വളരെ ഭദ്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവില്ല, വെള്ളം ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നു. മണ്ണിൽ ഏറ്റവും സുന്ദരമായിട്ടൊരു മൈക്രോ ക്ലൈമറ്റ് അവിടെ രൂപപ്പെട്ട് വരുന്നു. അത്ര കണ്ട് ഓർഗാനിക് മാറ്റർ കൂടുന്നതോട് കൂടിയിട്ട് നമ്മളുടെ കൃഷി എളുപ്പമായിട്ട് മാറുന്നു. കൃഷിക്കാരന് യാതൊരു വിധത്തിലുള്ള ടെൻഷനും പ്രഷറും ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാത്ത രീതിയിൽ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതിൻ്റെ കുറവുകൾ അനുഭവിക്കും തോറും കൃഷിക്കാരൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിലെല്ലാം പലതരത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ രൂപപ്പെട്ട് വരാം. ഈ പറയുന്ന കോമ്പിനേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷനിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കൃഷിഭൂമി ഒരുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ആ അവസ്ഥ വന്നു ചേരാനുള്ള, രൂപപ്പെട്ടു വരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയെടുക്കണം എന്ന് പറയുന്നത്. ഈ ഓർഗാനിസംസും അല്ലെങ്കിൽ ഓർഗാനിക് അവശിഷ്ടങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ഹ്യൂമസ് ഒക്കെ എത്ര കണ്ട് വർദ്ധിക്കുന്നു അത്ര കണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എക്സ്ട്രാ ഹ്യൂമിക് ആസിഡും ഫൽവിക് ആസിഡും സീവീഡും അമിനോ ആസിഡ്സ് ഒക്കെ നമ്മൾ മണ്ണിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, മറ്റു പല മിനറൽസും എത്തിക്കാൻ ശ്രമിക്കുന്നത്. കണ്ടിട്ടില്ല, നമ്മൾ ജിപ്സം ചേർക്കുന്നു, കുമ്മായം ചേർക്കുന്നു, റോക്ക് ഫോസ്ഫേറ്റ് ചേർക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ ചേർത്തുകൊണ്ട് ആ മണ്ണിനെ ഭദ്രമാക്കി മാറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ജലസേചനം വഴി അതിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോഷകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം അവിടെ മണ്ണെന്ന് പറഞ്ഞ ജീവനുള്ള വസ്തുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ അവർക്കും ദിവസേന ചെറിയ ഒരു ജലസേചനം നടത്തുന്ന അതിലൂടെ പോഷകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനം വളരെ സജീവമാകുമ്പോൾ മണ്ണ് മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 25% വെള്ളം എന്ന് പറഞ്ഞാൽ അത് 20% ആയാലും കുഴപ്പമില്ല, 30% ആയാലും കുഴപ്പമില്ല, അതിൽ കൂടുതലാവാൻ പാടില്ല, അല്ലേ? ഇതെല്ലാം ഒരുമിച്ചാണല്ലോ. വെള്ളം മണ്ണിൽ വന്നു ചേരുന്നവരുടെ എല്ലാ സുഷിരങ്ങളും അടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വായു സഞ്ചാരം ഉണ്ടാവില്ല, ടെമ്പററി. ആ വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് വായു അവിടേക്ക് കടന്നു വരുന്നു. വീണ്ടും വെള്ളം ചെല്ലുമ്പോൾ അവിടുന്ന് വായു അകന്നു മാറുന്നു. വീണ്ടും ആ വെള്ളം അവിടെ നിന്ന് അകന്നു മാറുന്നതോടെ വായു വീണ്ടും തിരിച്ചു വരുന്നു. ഇങ്ങനെ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരിക്കണം.
അങ്ങനെ വായുവിന് വരാനും പോകാനും കഴിയുന്ന തരത്തിലായിരിക്കണം അവിടെ ജലസേചനം. എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല. വെള്ളം ചെല്ലണം, അവിടുത്തെ സകലമാന ജീവജാലം, നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെ അവിടെ ജീവജാലങ്ങൾക്ക് ഇഴയാനും സ്ലൈഡ് ചെയ്യാനും സ്വിം ചെയ്യാനും ഒക്കെ ഉള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവണം. മാത്രമല്ല ആ വെള്ളം അവിടെ ചെന്ന് ചേരുമ്പോൾ മാത്രമാണ് അവിടുത്തെ മറ്റു പല രാസപ്രവർത്തനങ്ങളും നടന്നു കിട്ടുന്നത്. അതിലൂടെ പല പോഷകങ്ങളും വേരിലേക്ക് വന്നു ചേരാനും ചെടിക്ക് അതിൻ്റെ റെസ്പിറേഷൻ നടത്തിയെടുക്കാനും സാധിക്കുന്നു. വെള്ളമില്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കാൻ സാധിക്കില്ല. മണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെടിയിൽ റെസ്പിറേഷൻ നടക്കില്ല. ആ സൊമാറ്റോകളൊക്കെ അടഞ്ഞു പോകുന്നു. വെള്ളം വലിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സൊമാറ്റോകൾ അടഞ്ഞു പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വരവും കുറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു, പല കാരണങ്ങൾ കൊണ്ടും. ആ സമയത്തെ ചൂട്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ, ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് സൊമാറ്റോകൾ അടഞ്ഞു പോകാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. സൊമാറ്റോകൾ തുറന്നുകൊണ്ട് എത്ര കണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് നല്ലതാണ്. അത്ര കണ്ട് ചെടി ഗംഭീരമായിട്ട് വളരും ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് കാർബോഹൈഡ്രേറ്റ്സും അമിനോ ആസിഡ്സും പ്രോട്ടീനും അങ്ങനെയുള്ള ആ ഒരു മെറ്റാബോളിക് പാത്വേയുടെ ഫങ്ഷൻസ് എല്ലാം വളരെ നന്നായിട്ട് നടക്കുള്ളൂ. സെക്കൻഡറി മെറ്റാബോലൈറ്റ്സ് ആ ചെടിയിൽ നിറയുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഒതുങ്ങുന്ന തരത്തിലാണ് ഈ കൃഷിഭൂമി ഒരുക്കൽ. ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കിട്ടണം എന്നതിന് വേണ്ടിയിട്ടാണ് കൃഷിഭൂമി ഒരുക്കൽ അല്ലെങ്കിൽ മണ്ണൊരുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ വീഴ്ച വരും തോറും നമ്മളുടെ കൃഷിയിലും വീഴ്ച വന്നുകൊണ്ടിരിക്കും. അവിടെ നഷ്ടങ്ങൾ വരുന്നതോടുകൂടി, അവിടെ ചേർക്കലുകൾ കുറവ് വരുന്നതോടുകൂടിയിട്ട് മണ്ണിൻ്റെ പ്രവർത്തനം നിലച്ചു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്ലോ ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മണ്ണിൽ പലതരത്തിലുള്ള ചെടികൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരവസ്ഥ, യോജ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് ആ മണ്ണ് ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുകൂടി ഇല്ലാതിരിക്കാനാണ് കൃഷിഭൂമി ഒരുക്കൽ അല്ലെങ്കിൽ മണ്ണൊരുക്കൽ എന്ന് പറയുന്നത്. നമ്മൾ കൃഷിഭൂമി ഒരുക്കുന്ന സമയത്ത് നഷ്ടപ്പെടുത്തിയ അവിടുത്തെ മൈസീലിയം അല്ലെങ്കിൽ ഫംഗൽ ഡോമിനൻസി അല്ലെങ്കിൽ മൈക്രോബിയൽ ഡോമിനൻസി ഇതെല്ലാം തകർത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു അവസ്ഥ, ഒരു പരിഗണന കൂടി നമ്മുടെ ആ കൃഷിഭൂമി ഒരുക്കലുണ്ടായിരിക്കണം. കൃഷിഭൂമി ഒരുക്കുന്ന സമയത്ത് അത്തരം വസ്തുക്കൾ കൂടുതൽ ചേർത്ത് അവരുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഉള്ള ബയോ ഏജൻസ്, ബയോ സ്റ്റിമുലൻസ് ഇതെല്ലാം ചേർത്തിരിക്കണം. നമ്മൾ ഈ ഓർഗാനിക് പല വസ്തുക്കളും ഒരു സ്ക്വയർ മീറ്ററിന് ഒരു 3 കിലോ മുതൽ 5 കിലോ 6 കിലോ ഒക്കെ ചേർക്കുന്നതോടൊപ്പം തന്നെ ആ മൈക്രോബിയൽ സ്റ്റിമുലേഷൻ അവിടെ നടന്നിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ 25% വായു, 25% വെള്ളം, ഒരു നനഞ്ഞ ചെറിയൊരു നനവുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത്. മണ്ണിലെ വേരുകൾ നിൽക്കുമ്പോൾ ആ ജലം, അതിൻ്റെ ഈർപ്പം വലിച്ചെടുത്തുകൊണ്ട് അതോടൊപ്പം പോഷകങ്ങളും വലിച്ചെടുത്തുകൊണ്ട് റെസ്പിറേഷൻ നടത്താൻ സഹായിക്കുന്നു. ആ റെസ്പിറേഷൻ എന്നത് ഒരു ചെടി തന്നെ ഒരു മൈക്രോ ക്ലൈമറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥം കൂടി വരുന്നുണ്ട് അവിടെ. അതിൻ്റെ പരിസരങ്ങളിൽ ഈർപ്പത്തിൻ്റെ ആ റെസ്പിറേഷൻ നടത്തുന്നതുകൊണ്ട് അവിടുത്തെ ആ ഒരു വെള്ളം പുറത്തേക്ക് വിടുകയാണല്ലോ, അതോടുകൂടി അവിടെ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ചെടികളിൽ തന്നെയുള്ള ഇലകളിൽ തന്നെയുള്ള മൈക്രോബുകൾക്കും ഒരു നല്ലൊരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം എല്ലാം കൊണ്ട് ആവശ്യമുണ്ട്. നിരന്തരമായിട്ട് ആ റെസ്പിറേഷൻ നടന്നുകൊണ്ടിരിക്കണം. എന്നാലേ ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെയുള്ള മൈക്രോബുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ പരിസരങ്ങളിലുള്ള മറ്റു ചെടികൾക്കും അതിൻ്റെ റെസ്പിറേഷൻ കൊണ്ട് അതിൻ്റെ വെള്ളത്തിനെ പുറത്ത് വിടുന്നതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ആ ഒരു സർക്കിളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃഷിഭൂമി ഒരുക്കലിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിലൊരിക്കലും വീഴ്ച വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സോയിൽ കോമ്പോസിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യെറ്റ് മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് ഫാക്ടർ ഓഫ് മെനി എന്ന് പറയുന്നത്. ഈ മണ്ണൊരുക്കം എന്നത് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. എന്താണത് എന്ന് ആരും അത് മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വിത്ത് മേടിക്കുന്നു, എനിക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട്, വിത്ത് മേടിക്കുന്നു, കുറച്ച് ചെടികൾ മേടിക്കുന്നു, ഏതെങ്കിലും ഒരു മണ്ണിൽ കൊണ്ടുവയ്ക്കുന്നു. അത്രേ അവർക്ക് അറിയുള്ളൂ. പലർക്കും, വലിയൊരു ശതമാനം പേർക്കും, ഈവൻ കൃഷി ചെയ്യുന്നവരിൽ തന്നെ വലിയൊരു ശതമാനം പേർക്ക് ഈ കൃഷിഭൂമി ഒരുക്കലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതെല്ലാ കൃഷിക്കും, ഇതൊരു കൃഷിക്കല്ല. നിങ്ങൾ പച്ചമുളക് വെക്കുകയാണെങ്കിലും 10 മണിച്ചെടി വെക്കുകയാണെങ്കിലും ചെണ്ടുമല്ലിച്ചെടി വെക്കുകയാണെങ്കിലും തെങ്ങ് വെക്കുകയാണെങ്കിലും എല്ലാത്തിനും ഈ കൃഷിഭൂമി ഒരുക്കലിന് പ്രാധാന്യമുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ചീരയ്ക്ക് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത്, അല്ലെങ്കിൽ വെണ്ടയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത്, അല്ലെങ്കിൽ തെങ്ങിന് വേണ്ടി എന്താ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ മണ്ണ് ഏതൊരു ചെടിക്കും അതിൻ്റെ യോജ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ്. അല്പസ്വല്പം ആഴത്തിൽ മാറ്റം വരാം കുഴിയെടുക്കുമ്പോഴൊക്കെ.
തെങ്ങിന് കുഴി എടുക്കുമ്പോൾ നമ്മൾ 1 മീറ്ററോളം, ഏകദേശം 1 മീറ്ററോളം സ്ക്വയറിൽ നമ്മൾ എടുക്കാറുണ്ട്, ഡെപ്തിലും. അതേസമയം പച്ചക്കറികൾ നടുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരടി മണ്ണിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം ചേർക്കാം അതൊക്കെ ചേർക്കുന്നു. അതേപോലെ തന്നെ തെങ്ങിന്റെ തടത്തിൽ തെങ്ങിന് കുഴിക്കുമ്പോൾ അതിലും അതേപോലെ തന്നെ സാധനങ്ങളാണ് ചേർക്കുന്നത്. അളവിൽ വ്യത്യാസമുണ്ട് അല്ലെ, ചെറുതായിട്ട്. അപ്പൊ ഏതൊരു ചെടി, ഇപ്പൊ ചീരകൃഷി നടത്താൻ പോകുന്ന ആളും ഈ ഒരു പരിപാടിയാണ് നടത്തിയെടുക്കേണ്ടത്. മുല്ലപ്പൂ കൃഷി നടത്തുന്ന ആളായാലും ഈ ഒരു പരിപാടിയാണ് ആദ്യം നടത്തിയെടുക്കേണ്ടത്. ഇനി മാവും പ്ലാവും വെക്കുന്നവരും ഇതേപോലെ തന്നെ ആദ്യത്തെ ഒരടി മണ്ണിനെ ഉഴുതുമറിച്ച് ഈ മണ്ണൊരുക്കം, സോയിൽ പ്രിപ്പറേഷൻ, ലാൻഡ് പ്രിപ്പറേഷൻ നടത്തിയെടുത്തതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു പ്രവർത്തനം ഇല്ലാണ്ട് ഒരു കൃഷി വിജയിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. ചീരകൃഷിക്ക് ഇന്ന പോലെ, തെങ്ങിന് ഇന്ന പോലെ, അങ്ങനെയല്ല. ആ മണ്ണൊരുക്കം എന്നത് ലാൻഡ്സ്കേപ്പ് പ്രിപ്പറേഷൻ, അല്ലെ ലാൻഡ് പ്രിപ്പറേഷൻ, സോയിൽ പ്രിപ്പറേഷൻ എന്ന എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ബെഡ് ഉണ്ടാക്കുന്നതും ചെറിയ കുഴികൾക്ക് തൊട്ട് വലിയ കുഴികൾ വരെ കുഴിക്കുന്നതും ആ കുഴികളിൽ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്. തെങ്ങിൻ്റെ ഒരു കുഴി എടുക്കുകയാണെങ്കിൽ ഒരു 5 കൊട്ട 6 കൊട്ട ചാണകം അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളെ ചേർക്കുന്നു. ഒരു ചീരകൃഷിക്കാണെങ്കിൽ ആ മണ്ണിൽ തന്നെ മിക്സ് ചെയ്താൽ മതിയാകും. ഒരു മുളക് ചെടി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരടി മണ്ണിൽ, ആദ്യത്തെ ഒരടി മണ്ണിൽ, ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരടി മണ്ണിൽ നമ്മൾ എക്സ്ട്രാ വസ്തുക്കൾ ചേർക്കുന്നു. ബയോസ്റ്റിമുലൻസ് ഒക്കെ ആ സമയത്ത് വീണ്ടും ചേർത്തെന്ന് വരാം. അപ്പൊ എല്ലാ കൃഷിക്കും ഒരേപോലെ തന്നെയാണ് ഏകദേശം. ആ ഒരു പ്രിപ്പറേഷൻ എന്താ എന്ന ഒരു ടെക്നിക്കൽ വേർഡ് ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നുള്ള ഒരേപോലെ തന്നെയാണ്. പിന്നീടാണ് നമ്മൾ ഓരോരോ ദൂരം, ഇത്ര അടിയകലത്തിൽ, ഇത്ര മീറ്റർ ദൂരത്തിൽ, സിഗ്സാഗ് പോലെ എന്ന പോലെ ഓരോ ചെടികളുടെ പ്രത്യേകത അനുസരിച്ച്. ഇപ്പോൾ വാഴക്കൃഷിയിലൊക്കെ സിഗ്സാഗ് പോലെ വെക്കുക, ഒരു റോയിലിന്റെ കുറച്ച് മധ്യഭാഗത്തായിക്കൊണ്ട് അടുത്ത റോ ചെയ്യുന്നു. അതെല്ലാ ചെടികളിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ പോലും നമ്മൾ ദൂരപരിധി എത്ര വേണമെന്നുള്ളത് നിശ്ചയിക്കാനുണ്ട്. ഓരോ ചെടികളും മാത്രമല്ല, മറ്റേതൊരു ചെടികളും ആ പരിസരത്തിനുള്ളിൽ അതിൽ നിന്ന് എത്ര ദൂരം വേണം, ആ ചെടി എത്ര കണ്ട് വളരാൻ പോകുന്നുണ്ട്, എത്ര കണ്ട് ഉയരത്തിൽ വളരാൻ പോകുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ദൂരപരിധി നിശ്ചയിക്കുന്നത്. ഓരോ ക്രമം നിശ്ചയിക്കുന്നത്, ദൂരത്തിന്റെ ക്രമവും അതിന് നടുന്ന രീതിയുടെ ക്രമമൊക്കെ നിശ്ചയിക്കുന്നത്. പപ്പായൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്പം ചെരിച്ച്, മറ്റുള്ള ചെടികൾ അധികം ചെരിച്ച് നടാറില്ല. പപ്പായയിൽ വന്നിട്ട് നമ്മളൊരു 35 ഡിഗ്രി, ഒരു 40 ഡിഗ്രി 45 ഡിഗ്രിയിൽ ചെരിച്ച് വെക്കാറുണ്ട് തുടക്കത്തിൽ തന്നെ. കാരണം അധികം ഉയർന്ന് പൊന്താതിരിക്കാൻ, ചെറുതായിട്ടൊരു കെർവോട് കൂടി വളരാനായിട്ട് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെടി മേലോട്ട് പൊന്തി വളരാതെ കുറച്ച് വളഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒരു 1 മീറ്ററൊക്കെ ഉയരം നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. മീൻസ് ആ ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചെടിയെ കുറച്ചെടുക്കുക എന്നല്ല, ആ രൂപത്തിൽ വളരുമ്പോൾ അതിൻ്റെ ഉയരം കുറച്ച് നമുക്കൊരു സൗകര്യം, നമുക്ക് എത്തിച്ച് പൊട്ടിക്കാവുന്ന രീതിയിൽ കുറച്ചു കാലം വരെയെങ്കിലും നമുക്ക് സാധിച്ചെടുക്കും. നമുക്കൊരു 2-3 മാസം വരെ അധികം ലേബർ ചെലവില്ലാതെ ഈ ചെരിച്ച് നടുന്നതിലൂടെ നമുക്കൊരു സൗകര്യം ഉണ്ടായിരിക്കും. പപ്പായ ചെടിയിലാണ് അത് കൂടുതൽ ചെയ്യാൻ പറ്റും. മറ്റുള്ള ചെടികൾ അതിൻ്റെ ആവശ്യമില്ല. തെങ്ങൊക്കെയാണെങ്കിൽ നേരെ വെക്കുകയാണ് ചെയ്യുക അല്ലേ. കപ്പ വെക്കുമ്പോഴും ചെരിച്ച് വെക്കുന്നവരുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു ചെരിവ് കൊടുത്തുകൊണ്ട് വളർത്തുന്നവരുണ്ട്. ഓരോ മണ്ണിനെ പ്രത്യേകത അനുസരിച്ച്, ലാൻഡ്സ്കേപ്പ് അനുസരിച്ച്, ഉയരങ്ങൾ, ചെരിവുകളൊക്കെ അനുസരിച്ച്. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിന്റെ വിവരണങ്ങൾ ഇതൊക്കെയാണ്. അതിൽ ഒരു ചെടി എന്ന് പറയുന്നത്, ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ചെടിയെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ. ഒരു ചെടിയുടെ ബയോമാസ് എന്ന് പറയുന്നത് ഡ്രൈ വെയിറ്റിൽ 47% കാർബൺ, 43% ഓക്സിജൻ, 7% ഹൈഡ്രജൻ, അപ്രോക്സിമേറ്റ് പ്ലസ് ഓർ മൈനസ്. ഞാനൊരു കണക്കിന് വേണ്ടി, മനസ്സിലാക്കലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവിട്ടത്. അത് ചിലപ്പോൾ പ്ലസ് ഓർ മൈനസ് ഒരു 1%, 2%, 3% വ്യത്യാസം വരാം. പക്ഷെ പൊതുവിൽ നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത്, അതെല്ലാം കൂടി കഴിഞ്ഞാൽ 97%. കാർബൺ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഓക്സിജനാണ്. അതായത് വായുസഞ്ചാരം മണ്ണിൽ വേണം. അങ്ങനെയാണ് ഒരു ചെടി അതിൻ്റെ ബയോമാസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ശരീരം മൊത്തം വളർത്തിയെടുക്കുന്നത്. ഇത്രയും ലഭ്യതയോട് കൂടിയിട്ട്. ഈ ലഭ്യതയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ആ ചെടിയിൽ ആരോഗ്യം ഉണ്ടാവില്ല. ഹൈഡ്രജൻ 7%, അതായത് വെള്ളത്തിലൂടെയാണ് നമുക്ക് ഹൈഡ്രജൻ കിട്ടുന്നത്. അങ്ങനെ അത് മൊത്തത്തിൽ 97%, ഒരു 93% മുതൽ 97% വരെ എന്ന് പറയാം. ബാക്കിയുള്ളൊരു 3% ആണ് 3 പ്ലസ് ഓർ മൈനസ് അഗെയിൻ മറ്റു
പോഷകങ്ങൾ എത്തുന്നത്. അതായത് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ, അതേപോലുള്ള തുടർന്നുള്ള മൈക്രോ ന്യൂട്രീഷൻസ്, ട്രേസ് മിനറൽസും എല്ലാം. അപ്പോൾ 97% കഴിഞ്ഞ് ബാക്കി 3% ഇതിലെല്ലാം തന്നെ. അതിൽ നൈട്രജൻ ആയിരിക്കും ചിലപ്പോൾ ഒരു 1.1, 1.2, 1.3%. ബാക്കി ഒരു 0.2, 0.3, 0.5% ഉള്ള പൊട്ടാസ്യം, ഫോസ്ഫറസിൻ്റെ ആവശ്യകത. അത് കഴിഞ്ഞ് മറ്റുള്ളതെല്ലാം തന്നെ 0.2, 0.3, 0.5 ഈ ഒരു രൂപത്തിലാണ് വളരെ മൈക്രോ ട്രേസ് ആയിട്ട് വരുന്നത്. ട്രേസ് മിനറൽസ് ഒക്കെ അതിനേക്കാൾ കുറവ്, 2, 0, 3, 0 ചേർക്കാവുന്നതാണ്. പക്ഷെ എല്ലാ ഇത്തരത്തിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ നമ്മൾക്ക് ഇങ്ങനെ പറയാം, പീരിയോഡിക് ടേബിളിൽ കാണുന്ന എല്ലാം തന്നെ എന്ന് പറയാം ഏകദേശം. അതിലുള്ള എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, ബെനിഫിഷ്യൽ ആയിട്ടുള്ള പലതും ചെല്ലുന്നുണ്ട്. ഇനി നോൺ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് പോലും ചെടിയിൽ കാണാൻ സാധിക്കും. ചെടിയെ പരിശോധിച്ച് കഴിഞ്ഞാൽ പല ചെടികൾക്ക് ആവശ്യമില്ലാത്ത പലതും അതിൽ ചെന്ന് ചേരുന്നത് കാണാൻ സാധിക്കും. എന്തിനാണ് വന്നത്, എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോഴും സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോൺ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പലതും ചെന്ന് ചേരുന്നുണ്ട്, ചെടിയിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ അതിനെ ഭക്ഷിക്കുന്ന മനുഷ്യർക്കോ മറ്റും ജീവജാലങ്ങൾക്കൊക്കെ ഉപകാരത്തിലാവും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അത് ബെനിഫിഷ്യലായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല പോഷകങ്ങളും ഏകദേശം മുഴുവൻ പോഷകങ്ങളും അതിലേക്ക് വന്ന് ചേരുന്നുണ്ട്. മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നതോടെ അതും കൂടി ചെല്ലുകയാണ് മേലോട്ട്. പിന്നെ ആ ചെടി ചിലപ്പോൾ അത് പലതരത്തിൽ ഫിൽറ്ററിങ് സംവിധാനത്തിലൂടെ മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ചെടിയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കിൽ വെക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചില സാധനങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ ഒരു മൂലയ്ക്കിൽ കൊണ്ടുവന്ന് വെക്കില്ല, വട്ടിയും കൊട്ടയും കയറൊക്കെ എന്ന പോലെ. അപ്പോൾ എല്ലാ മിനറൽസും ചെടികൾ വലിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം ഏതെല്ലാം. അങ്ങനെയാണ് നമ്മൾ ഈ മിനറൽസിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊബാൽറ്റും നിക്കലും സിലിക്കോണും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പോഷകങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെ, മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത്. ഇനി അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ഏകദേശം ആവശ്യമുള്ള പോഷകങ്ങൾ ഏകദേശം 40ഓളം 45ഓളം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, മുഴുവൻ സയൻസ് മനസ്സിലാക്കുന്നതിനനുസരിച്ച്. ഇനിയും കണ്ടെത്താനുണ്ട്, ഇനിയും മനസ്സിലാക്കാനുണ്ട്. അതാണ് സ്ലൈഡ് നമ്പർ 1 ഒരു വിവരണം. എല്ലാ പോഷകങ്ങളും ആവശ്യമുണ്ട്. ഈ പോഷകങ്ങളൊന്നുമില്ലെങ്കിൽ ആ കൃഷിഭൂമി നല്ലതല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു കോമ്പിനേഷനിൽ 47%, കാർബൺ 43%, ഓക്സിജൻ 7%, ഹൈഡ്രജൻ, ഇതാണ് പ്രധാനപ്പെട്ടത്. അത് ഫ്രീബീസ് ആണ്. അതൊക്കെ വെറുതെ കിട്ടുന്നതാണ്. എല്ലാ പോഷകങ്ങളും വെറുതെ കിട്ടുന്നതാണ്. പ്ലസ് ഓർ മൈനസ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ പോഷകങ്ങളും, എല്ലാ മിനറൽസും, പീരിയോഡിക് ടേബിളിൽ കാണുന്ന എല്ലാ മിനറൽസും മണ്ണിലുണ്ട്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മണ്ണിലുണ്ട്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മണ്ണിലില്ല. ഇപ്പോൾ സ്വർണം കുഴിച്ചെടുക്കണം, നമുക്ക് ആവശ്യമുള്ള അത്രയും മണ്ണിൽ ഉണ്ടായിന്ന് വരില്ല, അല്ലേ? എന്നാൽ ചെടികൾക്ക് ആവശ്യമുള്ള അളവിൽ അവിടെ മൈക്രോ ട്രേസ് അളവിൽ അവിടെ ഉണ്ട്. അതിനെ ലഭ്യമാക്കി കൊടുക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെടിയും അവിടുത്തെ മൈക്രോബുകളും ആ പോഷകങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്ത് ചെടിക്കും അവരവരുടെ ആവശ്യത്തിനും അവരെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പോഷകങ്ങളില്ലാതല്ല മണ്ണിൽ. ചില മണ്ണ് കാൽക്കുലസ് ആയിരിക്കാം, ചില മണ്ണ് കുറച്ച് മഗ്നീഷ്യം കൂടുതലുണ്ടായിരിക്കാം ചില മണ്ണിൽ, അല്ലേ? അത് പല കാരണങ്ങൾ കൊണ്ടും മണ്ണിലെ ജലസേചന രീതികളനുസരിച്ച് ആ സ്ഥലത്ത് നിന്ന് ബോർവെല്ല് കുഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ആ മണ്ണിൽ സൾഫേറ്റുകളുടെ, അയണിൻ്റെ, അതായത് പല സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ വിചാരിക്കരുത്, നമ്മൾ പാചകത്തിന് ചേർക്കുന്ന ഉപ്പ് എന്ന അർത്ഥത്തിൽ എടുക്കരുത്. പലതരത്തിലുള്ള സൾഫേറ്റ്സുകൾ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം സോൾട്ട്, ഹൈ സോൾട്ട് സോയിൽ എന്നോ ഹൈ സോൾട്ട് വാട്ടർ എന്നൊക്കെ പറയാറില്ലേ, TDS എന്നൊക്കെ പറയാറില്ലേ. ചില പോഷകങ്ങൾ, മിനറൽസ് അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജലം കൊണ്ടുവന്ന് നമ്മൾ മണ്ണിൽ ചേർക്കുമ്പോൾ ഈവൻ സോഡിയം, സലൈൻ എന്നൊക്കെ പറയില്ല, അതൊക്കെ മണ്ണിൽ രൂപപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ചെടികൾ എന്തുകൊണ്ട് കേടായി പോകുന്നു? ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ചില പോഷകങ്ങളുടെ ആധിക്യം അവിടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മറ്റു പല പോഷകങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കാത്ത രൂപത്തിലാക്കിയിരുന്നു ചെടികൾക്ക്. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം ക്രമപ്പെടുത്തണമെന്നുണ്ടെങ്കിലോ അവിടെ മൈക്രോബുകളുടെ, ഓർഗാനിക് മാറ്ററിൻ്റെ, മൈക്രോബുകളുടെ സജീവമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെടിയും മൈക്രോബുകളും തമ്മിൽ പ്രവർത്തിച്ച് അവരുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, അവർക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും അവർ തന്നെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. മനുഷ്യന് പിന്നെ അവിടെ പ്രവർത്തനത്തിന് വലിയ കാര്യമൊന്നുമില്ല.
നമ്മൾ അവിടേക്ക് ബാഹ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ട് ചേർക്കുക, ഈ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചേർക്കുക എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ സ്വയം നടത്തിയെടുക്കുന്നു. അവർ നമ്മളെ മുതുമുത്തച്ഛന്മാരാണ്. നമ്മളൊരു 100 വർഷമായിട്ടുള്ള ഈ വിദ്യകളൊക്കെ പഠിച്ചിട്ട് അവരൊരു 450 മില്യൺ ഇയേഴ്സ് ആയിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മറ്റു പല വഴികൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്തണം, എങ്ങനെ കുറയ്ക്കണം, എങ്ങനെ കൂട്ടണം, ഈവൻ pH, EH എന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ അവർ തന്നെ നിയന്ത്രിക്കും. വേരുകൾ തന്നെ നിയന്ത്രിക്കും അവിടുത്തെ pHനെ, EHനെ, EC, CEC, കാറ്റയൻ എക്സ്ചേഞ്ച് കപ്പാസിറ്റി, ഇതെല്ലാം തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ അറിയാം. എങ്ങനെ വളം വലിച്ചെടുക്കണം, എന്തെല്ലാം കൊടുത്തിട്ട് നേരെ തിരിച്ചു വിടണം. ബാർട്ടർ സിസ്റ്റം പോലെ, ഞാൻ 1 രൂപ തരാം, നീ ആ സാധനം എടുത്താം, ഞാൻ ഇന്ന സാധനം തരണ്ട്, നീ എനിക്ക് പകരം എനിക്ക് ഈ രൂപത്തിൽ താ. അതല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നു ബൈ ഫോഴ്സ്. അവരുടെ എക്സുഡേഷൻ വഴി മണ്ണിലുള്ള മൂലകങ്ങളെ ദ്രവിപ്പിച്ച് ലയിപ്പിച്ചെടുത്ത് ചെടികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലാക്കിയെടുത്തുകൊണ്ട് അവർ വലിച്ചെടുക്കുന്നു. അവർ മൈക്രോബുകളും തമ്മിൽ ഈ 2 പേരും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. മറ്റു പല പൂച്ചിപ്രാണികളും ഇതിനു വേണ്ടുന്ന സഹായകരമായിട്ടുള്ള ലഭ്യത ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശാരീരികമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ദഹന പ്രക്രിയ വഴി, അല്ലെങ്കിൽ അവരുടെ ഡിക്കേയിങ് വഴി, അല്ലെങ്കിൽ അതെല്ലാം ചത്തു വീഴുമ്പോൾ അതുവഴി, എല്ലാ തരത്തിലും. അപ്പോൾ അവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം, പോഷകങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കൃത്രിമമായിട്ട് അവിടെ ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. മൈക്രോബുകളുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, ഫോട്ടോസിന്തസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, 1 ഇഞ്ച് പോലും ഇട കൊടുക്കാതെ. മാത്രമല്ല ഈ സൂര്യപ്രകാശം മണ്ണിൽ പതിക്കുന്നതോടെ ഈ നീരാവി, വെള്ളം വളരെ പെട്ടെന്ന് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പൊതയിടുന്നത്. അപ്പോൾ സൂര്യപ്രകാശം വന്ന് വീഴുന്നത് മണ്ണിലേക്കല്ല, ഒന്നുകിൽ പൊതയിലേക്ക്, ഒരു വഴിയില്ലെങ്കിൽ അതല്ലെങ്കിൽ ഇലകളിലേക്ക്. അങ്ങനെയാണ് സൂര്യപ്രകാശം വന്ന് വീഴേണ്ടത്. അപ്പോഴാണ് ആ ചെടികൾ ഒരു കാർബൺ പാത്വേ വഴി മണ്ണിലേക്ക് കൂടുതൽ കാർബൺ നിക്ഷേപിക്കുള്ളൂ. ചെടിയാണ് മണ്ണിലേക്ക് കാർബൺ നിക്ഷേപിക്കേണ്ടത്, നമ്മളല്ല. ചെടിയും മൈക്രോബുകളും ചേർന്നാണ് മണ്ണിലെ കാർബണിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നത്, നമ്മളല്ല. നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രവർത്തനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ തിരിച്ചു വരികയാണെങ്കിൽ എല്ലാ മൂലകങ്ങളും പോഷകങ്ങളും അവിടെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇതാണ് കൃഷിഭൂമി ഒരുക്കുന്നതിന്റെ അർത്ഥം. അല്ലാതെ ചീരകൃഷിക്ക് വേണ്ടി എങ്ങനെ ചെയ്തെടുക്കണം, വെണ്ടയ്ക്ക കൃഷിക്ക് എന്താണ് ചെയ്യേണ്ടത്, മത്തങ്ങ കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അവിടെ വ്യത്യാസമുള്ള ആകെയുള്ളത് ഒരു കൾച്ചറൽ പ്രാക്ടീസ് ഉണ്ടല്ലോ. നമ്മൾ ഓരോ ചെടിക്കും വളർത്തുന്നതിൻ്റെ ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് ഉണ്ടല്ലോ. അതിനെ ഉയർത്തി കൊണ്ടുപോകേണ്ട രീതിക്ക് താങ്ങ് കൊടുക്കുന്നു, പന്തലിടുന്നു, അല്ലെങ്കിൽ നിലത്തുകൂടെ ക്രീപ്പിംഗ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ കുറച്ച് പട്ടയും പുല്ലുകളും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുന്നു. തക്കാളിക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കമ്പ് കുത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടി കൊടുക്കുന്നു. ഇതിൽ മാത്രമേ പ്രത്യേകതയുള്ളൂ. പക്ഷെ മണ്ണിനെ സംബന്ധിച്ച്, അത് കഴിഞ്ഞാൽ ആ ബിലോ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് എല്ലാം ഒന്ന് തന്നെയാണ്. എബോവ് ഗ്രൗണ്ടിൽ നമ്മൾ ഓരോ ചെടിയും വളരുന്നതിനനുസരിച്ച് അവിടുത്തെ കാറ്റ്, അവിടുത്തെ മഴ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കുറേ വിഷയങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ ഉയർന്നു പൊന്താനുള്ള, പടർന്നു കയറാനുള്ള, ഉറച്ചു നിൽക്കാനുള്ള സൗകര്യം നമ്മൾ വേറെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൽ വ്യത്യാസമുണ്ട്. മണ്ണിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെയാണ് മണ്ണിനെ മനസ്സിലാക്കേണ്ടത്. 1A രണ്ടാമത്തെ സ്ലൈഡാണ്, പക്ഷേ 1A. ശ്രീകുമാർ ഇത് ഈ സ്ലൈഡ് നമ്പർ അനുസരിച്ച് പോകുമെന്ന് വിചാരിക്കുന്നു ഞാൻ. രജന ടീച്ചറുടെ ചിത്രമാണത്. രജന ടീച്ചറുടെ ചിത്രമല്ല, രജന ടീച്ചറുടെ ഒരു ചെടിയുടെ ചിത്രം, മണ്ണിന്റെ ചിത്രം, അല്ലെങ്കിൽ വേരുകളുടെ ചിത്രം. എത്രമാത്രം ബയോമാസ് ആണെന്ന് നോക്കുക. ചെടിയിൽ എല്ലാ ചെടികൾക്കും ഇത്രയും ബയോമാസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, വേരുകളുടെ ബയോമാസ്. ഒരുപക്ഷെ അല്ല, എബോവ് ഗ്രൗണ്ടിനേക്കാളും കൂടുതൽ ബയോമാസ് ചെടികൾക്ക് ഉണ്ടാവുന്ന ബിലോ ഗ്രൗണ്ടിലാണ്. വേരുകളിൽ കൂടുതൽ പോഷകങ്ങൾ, കൂടുതൽ മൈക്രോബുകളുടെ സാന്നിധ്യം അതിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വേരുകളുടെ വളർച്ച, നമ്മൾ ചെടികളുടെ വളർച്ച എന്ന് പറയുമ്പോൾ വേരുകളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറയുന്നതാണ്. ചെടികൾ വളരട്ടെ, തീർച്ചയായിട്ടും അത് നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് വേരുകൾ വളരുമ്പോൾ വളരെയധികം പ്രയോജനമുണ്ട്. ആ കൃഷിയിൽ മാത്രമല്ല, തുടർന്നുള്ള കൃഷിയിലും, തുടർന്നുള്ള മണ്ണിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ആ വേരുകൾ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെടികൾ പറിച്ചു കളഞ്ഞിട്ടാണ് വേറെ ചെടി വയ്ക്കുക, അല്ലേ? അതിന്റെ ആവശ്യമില്ല. നമ്മൾ ബയോളജിയെ കുറിച്ച് മനസ്സിലാക്കും തോറും ആ പറച്ചുകളിന് അർത്ഥമില്ല.
നമ്മളിപ്പോൾ ചെടിച്ചട്ടി, ഒരു ഉദാഹരണത്തിന് ചെടിച്ചട്ടിയുടെ കാര്യം പറയാം. ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് എല്ലാവരും കൊട്ടി മലർത്തി അതിനെ ചിക്കി ചകഞ്ഞ് മണ്ണൊക്കെ വെയിലൊക്കെ കൊള്ളിച്ച് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ മണ്ണൊരുക്കി ആ ഗ്രോ ബാഗ് ഒരുക്കി അതിൽ വളരുന്ന ചെടി മേൽഭാഗം മുറിച്ച് കളഞ്ഞ് അതിൽ തന്നെ വിത്ത് നട്ടാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ആ വേരുകളല്ല നമ്മൾ ഈ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഉണ്ടാക്കുമ്പോൾ പച്ചയിലയും ഉണക്കയിലയും ഒക്കെ ഇട്ടിട്ടല്ലേ ചെയ്യുക. ഒരു കമ്പോസ്റ്റ് കൂന പോലെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ചെയ്യരുത്. പകരം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ആ വേരുകളൊക്കെ ചേർക്കുന്ന പോലെ തന്നെ വേരുകൾ അവിടെ ഉണ്ടായിരിക്കോട്ടെ. നമ്മൾ ഓർഗാനിക് മാറ്റർ ചേർക്കുന്ന പോലെ തന്നെ വെക്കുന്ന പോലെ തന്നെ വേരുകൾ അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ മേലേക്ക് വെള്ളം ചേർത്താലും മതി, പോഷകങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. താനേ താഴത്തേക്ക് ഇറങ്ങി പെർക്കുലേറ്റ് ചെയ്ത് വേരുകളിലേക്ക് എത്തുന്നു. ആ വേരുകൾ ഒരിക്കലും ഒരു തടസ്സമല്ല. ആ വേരുകൾ അവിടെ ഇരിക്കല് വെള്ളം ആഴ്ന്നിറങ്ങാനും ആ വേരുകൾ മുഴുവൻ തുടർന്ന് ദ്രവിക്കാനും അവിടെയുള്ള മൈക്രോബുകൾക്ക് ഭക്ഷണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ കാർബണായിട്ട് മാറും ചെയ്യും. ഓരോരോ ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ കൂടുതൽ കാർബണായിട്ട് മാറും. കൂടുതൽ കൂടുതൽ ഓർഗാനിക് മാറ്റർ അതിലേക്ക് നിറയുന്നു. കൂടുതൽ കൂടുതൽ മണ്ണ് പൊന്നായി മാറുന്നു. ആ ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗ്രോ ബാഗ് കൃഷിക്കാരോട് പറയാനുള്ളത്, അല്ല കൊട്ടി മലർത്തി വീണ്ടും ചുണ്ണാമ്പും കുമ്മായൊക്കെ ചേർത്ത് വെറുതെ നിങ്ങൾ സമയം കളയാണ്, പൈസയും കളയാണ്. അപ്പൊ ഗ്രോ ബാഗ് ഒരുക്കുന്നതിൻ്റെ ഒരു യൂട്യൂബ് തന്നെ എടുത്ത് അത് കേട്ട് നോക്കുക. അപ്പൊ ഈ വേരുകളൊന്നും പറിച്ചിടേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ അതൊരു 1-2 സീസൺ കൊണ്ട് 2-3 സീസൺ കൊണ്ട് നമ്മുടെ രജനി ടീച്ചറൊക്കെ കാണിച്ചിട്ടുള്ള ചിത്രം പോലെ ഉള്ള ഒരു ചെടികളെ വളർത്താൻ സാധിക്കും. അത്രയും ഗ്രീസി ആയിട്ടുള്ളൊരു മണ്ണായിട്ട് മാറും. അത്രയും പോഷക നിറവുള്ള മണ്ണായിട്ട് മാറും. കറുത്ത പൊന്നെന്നൊക്കെ പറയില്ലേ, ബ്ലാക്ക് ഗോൾഡ് എന്ന പോലെയായിട്ട് മാറും. അത് ഓരോ വർഷം ചെല്ലുന്തോറും അത് കൂടുതൽ കൂടുതൽ സമ്പന്നമായിട്ട് മാറുള്ളൂ. അതിൽ ഒരിക്കലും കുറവുകൾ ഉണ്ടാവുന്നില്ല. വെള്ളം പിടിച്ചു നിർത്താനും വെള്ളത്തിനെ പെർക്കുലേറ്റ് ചെയ്യിക്കാനും അബ്സോർബ് ചെയ്യാനും പിടിച്ചു നിർത്താനും കഴിവുള്ള മണ്ണായിട്ട് മാറുന്നു. കൂടുതൽ മൈക്രോബുകളുടെ സകലമായ ജീവജാലങ്ങൾ ആ മണ്ണിന്റെ സോയിൽ വെബിന്റെ മുഴുവൻ ഫങ്ഷൻസ് അവിടെ നടക്കുന്ന തരത്തിലുള്ള മണ്ണായിട്ട് മാറുന്നത്. അങ്ങനെ ചെടികൾക്ക് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് എല്ലാ ഈ മിനറൽസ് മാത്രമല്ല മറ്റു പല എൻസൈമുകളും ആ മണ്ണിൽ സദാസമയം ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു ചെടിയും പുതുതായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ വേര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പരിസരത്ത് നിന്ന് തന്നെ അതിന് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ ലഭിക്കാനുള്ള ഇടയായിട്ട് മാറും. ആ 1 സെന്റി 2 സെന്റി വേര് വിത്തിൽ നിന്ന് വേര് പുറത്തേക്ക് വരില്ലേ, ആ സമയം തന്നെ അതിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലായിട്ട് മാറും. അവിടെ മൈക്രോബുകളുടെ സഹായം ഉണ്ടായിരിക്കും. ആ വിത്തിൽ തന്നെ ഉണ്ടല്ലോ മൈക്രോബുകൾ. മില്യൺസ് ആൻഡ് മില്യൺസ് മൈക്രോബുകളാണ് വിത്തിലുണ്ടായിരിക്കുന്നത്. നമ്മൾ വിത്തിനെ കേടാക്കുന്നില്ലെങ്കിൽ ആ വിത്തിൽ നിന്ന് തന്നെ മൈക്രോബുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ നിമിഷം തന്നെ ആ വേരുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ നിമിഷം തന്നെ അതിൻ്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ അവിടെ വിളിച്ചു വരുത്തുന്നു വേരുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. വേരുകൾക്ക് വേണ്ടുന്ന ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ സദ്യക്ക് വിളിക്കുന്ന പോലെ. അപ്പോൾ ചെടികൾ ഈ സകലമാന പൂച്ചിപ്രാണികൾക്കും ഭക്ഷണം കൊടുക്കുന്നു, കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുന്നു, ഷുഗർ കൊടുക്കുന്നു. അതിനനുസരിച്ച് പകരം എന്ന പോലെ പ്രതിഫലം എന്ന പോലെ മൈക്രോബുകൾ ആ ചെടികൾക്ക് വേണ്ടുന്ന ഭക്ഷണവും സംരക്ഷണം നൽകുന്നു. ഭക്ഷണം മാത്രമല്ല, ചെടികളുടെ വേരുകളെ ആക്രമിക്കാത്ത തരത്തിലുള്ള മറ്റുള്ളവരുടെ വരവ് തടയുന്നു, അവർക്കെതിരെ പ്രവർത്തിക്കുന്നു, ചെടികൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു, ചെടികളെ വളർത്തിയെടുക്കുന്നു. ചെടികളുടെ മേലെയും കീഴെയും ചെടികളുടെ ഉള്ളിലൂടെ മൈക്രോബുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. ചെടി തന്നെ ഫിൽട്ടർ ചെയ്ത് സെലക്ട് ചെയ്ത് ചെടികളുടെ പല ഭാഗങ്ങളിലേക്ക് മൈക്രോബുകൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം വിത്തുകളിലേക്ക് എത്തിക്കുന്നു. ഇലകളുടെ പുറത്തും അകത്തും, തണ്ടിനകത്തും പുറത്തും, വേരുകൾക്കകത്തും പുറത്തും മൈക്രോബുകളുടെ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ വയറ് പോലെ, നമ്മുടെ ദഹന പ്രക്രിയ പോലെ, നമ്മുടെ ഗട്ട് മൈക്രോബയം എന്ന പോലെ നമ്മളുടെ വയറ്റിലേക്കും ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത് നമ്മുടെ മൈക്രോബുകളാണ്, വയറ്റിനുള്ളിലുള്ള, അല്ലേ? എന്ന പോലെ തന്നെ ചെടികളുടെ വേരുകളുടെ പുറത്തും അകത്തും ഇലകളിലും പൂക്കളിലും വിത്തിനുള്ളിലും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് മുഴുവൻ സെൻസ് ചെയ്തെടുക്കുന്നത്. ചെടിയുടെ വളർച്ച, ചെടിയുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘടനാ വ്യത്യാസങ്ങൾ, ജീനിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം നടത്തിയെടുക്കുന്ന മൈക്രോബുകളാണ്. തീർച്ചയായിട്ടും ചെടിയും സഹകരിക്കുന്നത്.
അങ്ങനെയാണ് ആ പരിണാമചക്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രജനി ടീച്ചർ അയച്ചു തന്ന ഈ ചിത്രത്തിൽ നോക്കി അറിയാൻ പറ്റും ചെടികൾ എങ്ങനെയാണ് വളരേണ്ടത്, എത്രമാത്രം ബയോമാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും പോഷകങ്ങൾ, അത്രയും ഒരു ഓർഗാനിക് മാറ്റർ ആ മണ്ണിൽ തന്നെ വീണ്ടും നിറയണം. അപ്പോൾ ഓരോ കൃഷി ചെയ്യും തോറും ഇത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് കൊണ്ടുവരും, മണ്ണ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നു. ഇത്രയും ബയോമാസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ, അത്രയും ബയോമാസ് ഉണ്ടാക്കി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണിൽ വളരുന്ന ചെടികൾക്ക് രോഗങ്ങളെയും കീടങ്ങളെയും അകറ്റി മാറ്റാനുള്ള കഴിവും ഉണ്ടായി മാറും. ഇത് സിമ്പിളാണ് ഈ ഒരു സയൻസ്. അപ്പോൾ ലാൻഡ് പ്രിപ്പറേഷൻ, സോയിൽ പ്രിപ്പറേഷൻ, മണ്ണൊരുക്കൽ, കൃഷിഭൂമി ഒരുക്കൽ എന്നതിൻ്റെ പ്രാധാന്യം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരുക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ചീര നടാം, അവിടെ പയർ നടാം, അവിടെ ക്യാബേജ് നടാം, അവിടെ കോളിഫ്ലവർ നടാം, അവിടെ തെങ്ങ് നടാം, അവിടെ മാവ് നടാം, എല്ലാം ചെയ്യാം. കാരണം ആർക്കും വളരാൻ ഉതകുന്ന തരത്തിലുള്ള മണ്ണായിട്ട് മാറുകയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറൽ പ്രാക്ടീസ് മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. അത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓരോ ചെടിക്കും പ്രത്യേകതയുണ്ട്. ബാക്കി മണ്ണൊരുക്കം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒന്ന് തന്നെ, ഏത് കൃഷിക്കായാലും. പിന്നെ പരിസരങ്ങൾക്കനുസരിച്ച് ആ ബെഡുകളുടെ അല്ലെങ്കിൽ കുഴികളുടെ ഒക്കെ ആഴം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. ബെഡുകളുടെ ആയാലും കുഴികളുടെ ആയാലും വലിപ്പം. നമ്മളുടെ കൃഷി എത്ര കണ്ട് മെച്ചപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ഏരിയയിലേക്ക് കൂടുതൽ വളം ചേർക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്രമാത്രം അതൊക്കെ ചേർക്കുന്നു അത്ര കണ്ട് ഭാവി സുരക്ഷിതം. ആ ചെടിയുടെ ഭാവി സുരക്ഷിതം, അതോടെ നമ്മളുടെ ഭാവിയും സുരക്ഷിതം. അതിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ സുരക്ഷിതം എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ വില ഉദ്ദേശിച്ചല്ല. വിപണിയിലത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഓരോ ദിവസത്തെ. പക്ഷെ നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ സമയം നഷ്ടപ്പെടുത്താതെ, കൂടുതൽ മരുന്നുകൾക്ക് വേണ്ടി പൈസ ചെലവഴിക്കാതെ നമുക്ക് ആ മണ്ണിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല വലിപ്പത്തിലും, നല്ല രൂപത്തിൽ, ഭംഗിയിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ, രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് 1A എന്ന സ്ലൈഡിൽ രജനി ടീച്ചറുടെ ചിത്രത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ സ്ലൈഡും നിങ്ങൾ ഒരു നിമിഷം പോസ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബാക്ക് ബോൺ, നട്ടെല്ലാണത് അല്ലേ. രണ്ടാമത്തെ സ്ലൈഡിൽ അതിനെ വിവരിക്കുന്നത് അങ്ങനെയാണ്. Being prepared means being proactive and taking steps to ensure that you are ready for whatever may come on your way. നമ്മളുടെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ തടസ്സങ്ങളും നമ്മൾ ഈ സോയിൽ പ്രിപ്പറേഷനിലൂടെ ഇല്ലാതാക്കണം. ഉണ്ടാകാൻ പോകുന്ന തടസ്സങ്ങൾ, നഷ്ടങ്ങൾ അല്ലേ. മാത്രമല്ല ഞാൻ അതിലൊരു കാര്യം കൂടി വിവരിക്കുന്നുണ്ട്. ടു അക്വയർ ദ കാർബൺ ആൻഡ് നൈട്രജൻ സോയിൽ ഓർഗനൈസേഷൻ നീഡ്സ് ടു സ്റ്റേ അലൈവ്, ബോഡി മെയിൻ്റനൻസ് ആൻഡ് എനർജി. അതിന് എത്രമാത്രം കാർബൺ വേണം, കാർബൺ ചേർക്കുന്ന CN റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് മണ്ണിൽ 24:1 എന്ന നിർബന്ധം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ കുറവ് പാടില്ല. കുറവായാലും മൈക്രോബുകളുടെ പ്രവർത്തനം ചെറിയ രൂപത്തിൽ നടക്കുള്ളൂ. പക്ഷേ 24:1 എത്തുമ്പോഴാണ് സജീവമായിട്ടുള്ള പ്രവർത്തനം നടത്തിയെടുക്കുന്നത് മൈക്രോബുകൾ. കാരണം എങ്കിൽ മാത്രമേ മൈക്രോബുകൾക്ക് വേണ്ടുന്ന അളവിൽ പോഷകം കിട്ടുള്ളൂ, ജീവിക്കാൻ പറ്റുന്ന എനർജി കിട്ടുള്ളൂ. എന്താ കാരണം? അവരുടെ നിത്യജീവിതത്തിൽ 16 പാർട്സ് കാർബൺ ഫോർ എനർജി, 16 പാർട്സ് കാർബൺ, അതായത് എനർജി വേണം. അതിനാണ് 16 പാർട്സ് അവർക്ക് വേണം എന്ന് പറയുന്നത് കാർബൺ. 8 പാർട്സ് മെയിൻ്റനൻസ്, അവരുടെ ബോഡി മെയിൻ്റനൻസ് ഉണ്ടല്ലോ, അതിന് 8 ഭാഗം വേണം. 16 ഭാഗം കാർബൺ എനർജിക്ക് വേണ്ടി, 8 ഭാഗം കാർബൺ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കണക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 24% 24:1 എന്ന് പറയുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് മൈക്രോബുകൾക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും അവരുടെ ബോഡി മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടന്നു കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ 24:1 എന്നത് നിർബന്ധമായിട്ടും പറയുന്നത്. അതൊരു 16ഉം 15ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങും, പക്ഷെ അപ്പം തന്നെ ക്ഷീണിക്കും അവർ. മനസ്സിലായല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും നല്ല മണ്ണ് എന്ന് പറയുന്നത് 30:1 ആണെന്ന് പറയുന്നത്. കാരണം എക്സ്ട്രാ ഉണ്ടായിരിക്കും അവിടെ. ഈ ഒരു കണക്ക് മനസ്സിലായത് കൊണ്ടാണ് മണ്ണ് കാർബൺ നൈട്രജൻ റേഷ്യോ മിനിമം 24:1 വേണമെന്ന് പറയുന്നത് നിർബന്ധമായിട്ടും. അതിൻ്റെ അടിസ്ഥാനത 24% നിർബന്ധമായും വേണം. അതിന് കാരണം 16 പാർട്സ്, 16 ഭാഗം അതിലത്തെ എനർജിക്ക് വേണ്ടിയിട്ട്, ഊർജം. 8% അതിൻ്റെ ബോഡി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ കുറവ് വന്നാൽ ആ മൈക്രോബിയൽ
മീൻസ് പോപ്പുലേഷൻ പെട്ടെന്ന് വീക്കായി പോകും. പെട്ടെന്ന് തള്ളും. നമ്മൾ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പണിയെടുക്കാൻ പോകുന്ന പോലെ. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ആ ഒരു ഗ്ലാസ് മതി എന്ന് പറയും, കുടിക്കുന്നു, പണിയെടുക്കുന്നു, അപ്പോൾ തന്നെ നമുക്ക് ക്ഷീണം തോന്നി തുടങ്ങും. നമ്മൾ 5 മിനിറ്റോ 10 മിനിറ്റോ അവിടെ ഇരിക്കും. അതേസമയം കുറച്ചുകൂടി നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ച്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ച് കുറച്ചേലും കഴിച്ച് പോകുമ്പോൾ നമുക്ക് 2, 3, 5 മണിക്കൂർ നിരന്തരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവുന്നു. അതിൽ 5 മിനിറ്റിൽ നമുക്ക് ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ തളർന്ന് വീണെന്നും വരാം, ബോധം കെട്ട് വീണെന്നും വരാം. കാരണം ആ എനർജി കിട്ടിയിട്ടില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മളുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി ഇല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. വയറ് ഒഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ. എന്ന പോലെ തന്നെ മൈക്രോബുകൾക്കും അവർക്കും ഈ എനർജിയും ബോഡി മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമുണ്ട്. എങ്കിലും അവർക്ക് നിരന്തരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നിലച്ചു പോകും. അവരുടെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ സംരക്ഷണം നിലച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ അതിന് തടസ്സം വരുന്നു. അവരും ചെടികൾക്ക് മാത്രമല്ല, അവരും അവരുമായി സഹവർത്തിച്ച് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഒരു സൗകര്യമാണ് ചെടിയും മൈക്രോബുകളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. മൈക്രോബുകളും തമ്മിൽ, ചെടികൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന സൗഹൃദം. ചെടികൾ തമ്മിലും പ്രവർത്തിക്കുന്നുണ്ട് ഇതേപോലെ. എക്സുഡേഷൻ വഴി, ഷെയറിങ്, പലതരത്തിലുള്ള സ്ട്രക്ചർ ഡെവലപ്മെന്റിനും ചെടികൾ തമ്മിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ ഒരു ചെടി മറ്റൊരു ചെടിയുടെ വളം അപഹരിക്കുന്നു എന്നുള്ള ഒരു മിത്ത് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെയല്ല. ചെടികൾ പരസ്പരം കൂടി നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ച് 2, 3 തെങ്ങ് അടുപ്പിച്ച് വെക്കാം എന്നല്ല പറയുന്നത്. അതിനൊരു ദൂരപരിധി ആവശ്യമുണ്ട് അല്ലേ. 2 മാവുകൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു ടയർ സിസ്റ്റം പോലെ, ഒരു ഇൻറ്റഗ്രൽ കോമ്പിനേഷൻ, ഒരു എന്താ പറയാ, കൂട്ടായിട്ട് വളരുക. അതിലൂടെ കൂടുതൽ പോഷകങ്ങൾ, എൻസൈമുകൾ പലതും കൈമാറാൻ സാധിക്കുന്നു. മൈക്രോബുകളും അങ്ങനെ തന്നെ തമ്മിൽ പ്രവർത്തിക്കും. വ്യത്യസ്ത തരത്തിലുള്ള മൈക്രോബുകൾ. അതുകൊണ്ടാണ് വൈവിധ്യം വേണമെന്ന് പറയുന്നത് മണ്ണിൽ. നമ്മുടെ സമൂഹത്തിലും വൈവിധ്യമാർന്ന ജനങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ മണ്ണിനടിയിലും വൈവിധ്യത വേണം. അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കണം. നമ്മൾ പോപ്പുലേഷൻ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കൃഷിയിൽ പറയുന്ന അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കാനാണ് പറയുന്നത് അല്ലേ. നമ്മുടെ പോപ്പുലേഷൻ കാരണം നമുക്ക് തൊഴിലില്ല, ഭക്ഷണമില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നിയമമാണ്. നമ്മളെ സിസ്റ്റം കൊണ്ടാണ് ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തത് അല്ലെങ്കിൽ തൊഴിൽ കിട്ടാത്തത്. സിസ്റ്റത്തിന് തകരാറെന്ന് പറയാം. നമ്മൾ ഇനിയും 1 കോടി ഉണ്ടായാലും ഉണ്ടാക്കാൻ, ഇനിയും ഇപ്പോഴുള്ള പോപ്പുലേഷന് 3, 4 ഇരട്ടി, 5 ഇരട്ടി ഉണ്ടായാലും ഭക്ഷണം ഉണ്ട്, ഇവിടെ തൊഴിലും ഉണ്ട്. പക്ഷെ സിസ്റ്റം തകരാറിലാണെങ്കിൽ തൊഴിലില്ല, ഭക്ഷണമില്ല. അത്രയും ആളുകളുടെ ആവശ്യമുണ്ട്. കാരണം ഇനിയും പുതിയൊരു ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ആളുകളും നമുക്കില്ല എപ്പോഴും. നമ്മളുടെ സാമൂഹ്യ വികാസത്തിന് വളരേണ്ടുന്ന ആ വേഗതയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പോപ്പുലേഷൻ്റെ ഒരു 4 ഇരട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതല്ല, ഈ സിസ്റ്റത്തിൽ തൊടുകയാണെങ്കിലോ കൂടുതൽ പോപ്പുലേഷൻ വരുമ്പോൾ തമ്മിലടിയും തമ്മിൽ കത്തിക്കുത്തും വക്കാണൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കാർബൺ നൈട്രജൻ റേഷ്യോയുടെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 24:1 നിർബന്ധമായി വേണം. അതിൽ 16 പാർട്സ് കാർബൺ എനർജിക്ക് വേണ്ടിയിട്ടും 8 പാർട്സ് കാർബൺ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദിസ് CN റേഷ്യോ 24:1 ദാറ്റ് റൂൾസ് ദി സോയിൽ. സ്ലൈഡ് നമ്പർ 3ലേക്ക് പോയിക്കാൻ നമ്മുടെ ഷെരീഫയുടെ അത്യുഗ്രമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടുവന്ന മണ്ണിനെ കാണുന്നത്. അഗ്രിഗേറ്റഡ് ആൻഡ് കാർബൺ റിച്ച് സോയിൽ ഫ്രം ഷെരീഫ, പഴയന്നൂർ, തൃശ്ശൂർ. നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു ശിഷ്യ കൂടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള മണ്ണാണ് കാണുന്നത്, മിശ്രിതമാണ് കാണുന്നത്. അതിലൊക്കെ വിത്തുകൾ വെറുതെ വെച്ചു കൊടുത്താൽ മതി, ചെടി വളർന്നോളും, രോഗങ്ങളോ കീടങ്ങളോ ഇല്ലാതെ തന്നെ. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നാച്ചുറലി. അതിനെയാണ് നമ്മൾ ഈ ബിൽഡിംഗ് ഓഫ് സോയിൽ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത്. അതിൽ നമ്മൾ ഹീൽ ദ സോയിൽ എന്ന് പറയും. മണ്ണിനെ സുഖപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും കൂടിയിട്ടാണത്. മണ്ണിനെ ഹീൽ ചെയ്യുക, നമ്മൾ ഹീൽ ചെയ്യുക എന്ന് പറയില്ല. പല മരുന്നുകളും പല ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഹീൽ ചെയ്യാറുണ്ട്. നമ്മളുടെ മാനസികമായും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ നമ്മൾ മണ്ണിനെ ഹീൽ ചെയ്തെടുക്കാറുണ്ട്. ദാറ്റ്സ് കോൾഡ് ബിൽഡിംഗ് ഓഫ് സോയിൽ ബിൽഡിംഗ്, സോയിൽ ഡെവലപ്മെൻറ്റ്. It's a process, it's a practice.
അനുദിനം നമ്മൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. കാരണം നമ്മൾക്കാണല്ലോ ആവശ്യകത. ആ ആവശ്യകത ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കണം. ആ ബയോളജി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റൂട്ട് നമ്പർ 4 ഞാൻ pH-നെ കുറിച്ചൊരു ഔട്ട്ലൈൻ തരാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുള്ളതാണ് ആ സ്ലൈഡ്. ചെടികൾ തന്നെയാണ് pH-നെ ഉണ്ടാക്കിയെടുക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ചെടിയുടെ അഗ്രഭാഗത്തുള്ള pH വ്യത്യാസമുണ്ട്. അത് ഒരു വളരെ അസിഡിക് ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കും ആ സമയത്ത് നടത്തിയെടുക്കുക, ചെടി തന്നെ. അതുകൊണ്ടാണ് അഗ്രഭാഗം pH വളരെ കുറവായിരിക്കും എന്ന് പറയുന്നത്, അസിഡിക് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ചെടിയുടെ വേരുകൾ വളരും തോറും ആ വളരുന്ന ഭാഗം മുഴുവൻ ആൽക്കലൈൻ കൂടുതലായിട്ട് മാറും ചെയ്യും. അത് ആൽക്കലൈനിറ്റി ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ആ ചെടി തന്നെ അതിൻ്റെ ഈ pH-നെ പലതരത്തിലാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഒരേ സമയത്ത്. അതേപോലെ തന്നെ മണ്ണിലും ഒരേ സമയത്ത് ഓരോ ചെടിക്കും വേണ്ടുന്ന തരത്തിലുള്ള pH, EH ആ ചെടി തന്നെ നിയന്ത്രിക്കും, നമ്മളുടെ ചെറിയൊരു സഹായം ആവശ്യമുള്ളവിടെ. അവരുടെ ബയോളജി മെച്ചാണെന്നുണ്ടെങ്കിൽ, അവരുടെ ആവാസ വ്യവസ്ഥിതി മെച്ചപ്പെട്ടതാണെങ്കിൽ അവരവിടെ വളർത്തിയെടുക്കും വേണ്ട രൂപത്തിൽ. പ്രത്യേകിച്ച് ആ റൂട്ട് ഷീത്ത്, ആ റൂട്ടിൻ്റെ തൊട്ട് ആ 1, 2, 3 മില്ലി ചുറ്റളവിൽ, മീൻസ് പരിസരത്ത് ആ ചെടി തന്നെ അതിന് വേണ്ടുന്ന pH-നെ നിയന്ത്രിക്കുന്നു. എന്നിട്ട് റൂട്ട് ഷീത്ത് ഉണ്ടാക്കുന്നു, അഗ്രിഗേറ്റ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ അതിലത്തെ pH വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ കരുതുന്ന pH ഒന്നല്ല അവിടെ ഉണ്ടാവുക. നമ്മൾ പുറത്ത് കാണുന്ന, മണ്ണിൽ കാണുന്ന pH അല്ല അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ പുറത്ത് പോയി നോക്കിയിട്ട് pH നോക്കുന്നു, പല സാധനം കൊണ്ടിടുന്നു അല്ലേ, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതെല്ലാം മണ്ണിലത്തെ ബയോളജി മെച്ചപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പലതും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ ബയോളജി തന്നെ അവിടുത്തെ ചെടിക്ക് വേണ്ടുന്ന, അവിടുത്തെ മൈക്രോബുകൾക്ക് വേണ്ടുന്ന pH-നെ, EH-നെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും, അത് ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കും, അത് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ തന്നെ. സ്ലൈഡ് നമ്പർ 5 പോയി കഴിഞ്ഞാൽ സോയിൽ pH, പ്ലാന്റ്സ് ആൻഡ് മൈക്രോബ്സ്. എല്ലാ പോഷകങ്ങളും ചെടികൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, പല രൂപത്തിൽ, പല തരത്തിൽ അല്ലെ. നെഗറ്റീവ് ചാർജ് ഉള്ളതും പോസിറ്റീവ് ചാർജ് ഉള്ളതും അതിന് ആ ചെടിക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന തരത്തിൽ ചെടി തന്നെ അതിൻ്റെ ആനയൺസും കാറ്റയൺസ് ഒക്കെ ഉണ്ടാക്കലും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യലും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഒരു ഉദാഹരണം, പ്ലാന്റ് ആൾസോ അബ്സോർബ് മോർ പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ് വെൻ ദർ ഈസ് ലിറ്റിൽ ലൈറ്റ് വിച്ച് ഇൻക്രീസ് അസിഡിറ്റി. When plants absorb nitrate ions, they release hydroxide ions to balance the excess negative charge. When plants absorb ammonium ions, they release hydrogen ions to balance the excess positive charge. ഇനി മൈക്രോബ്സിൻ്റെ കാര്യം എടുത്ത് നോക്കൂ. ഫംഗി ആയിക്കോട്ടെ, മൈക്രോബുകൾ ആയിക്കോട്ടെ, അവരും ഓർഗാനിക് ആസിഡുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ദാറ്റ് ക്യാൻ അസിഡിഫൈ ദ സോയിൽ. ഈ മൈക്രോബുകളുടെ പ്രവർത്തനം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെ മണ്ണിനെ ആസിഡിഫൈ ചെയ്യുന്നുണ്ട്, ആൽക്കലൈനിറ്റിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും ആസിഡിഫൈ ആണ് അവർ ചെയ്യുന്നത്. മൈക്രോബ് ആൾസോ പ്ലേ എ റോൾ ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് നൈട്രജൻ വിച്ച് ക്യാൻ കോസ് സിഗ്നിഫിക്കൻറ്റ് pH ചേഞ്ചസ്. അപ്പോൾ മൈക്രോബുകൾ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ ദിവസവും അവിടുത്തെ pH ഒക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ മണ്ണ് അതിൻ്റെ ബയോളജിയിൽ ഏറ്റവും മികച്ച രീതിയിൽ മേന്മയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ മേന്മയോട് പ്രവർത്തിക്കൽ ഇല്ലാതാകുമ്പോഴാണ് നമ്മളുടെ മണ്ണിൽ ആസിഡിറ്റിയും ആൽക്കലൈനിറ്റിയും ഒക്കെ കൂടുന്നത്. ക്ഷാരഗുണം, അമ്ലഗുണമൊക്കെ കുറയുക എന്നൊക്കെ പറയില്ല അതുണ്ടാവുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നില്ല. നമ്മളെ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് വർഷങ്ങളായിട്ട് തെറ്റായിരുന്നതുകൊണ്ട് മണ്ണൊക്കെ കേടായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് കേടാവൽ മാത്രമല്ല, കൃഷിഭൂമിക്ക് യോജ്യമല്ലാത്ത രീതിയിലേക്കായി മാറിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷോപലക്ഷം ടൺ കൃഷിഭൂമികൾ നമുക്കില്ലാതായിക്കൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട്, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും. സോയിൽ pH is also affected by the rock the soil was formed from. ഏത് തരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ള പാറകളാണോ ആ മണ്ണിലുള്ളത് അതിനനുസരിച്ചും pH-ൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അവിടെ മഴ പെയ്യുമ്പോൾ, ജലസേചനം നടത്തുമ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ പലതരത്തിലുള്ള വസ്തുക്കൾ മണ്ണിൽ വന്ന് ചേരുന്നു. അതിനനുസരിച്ച് pH മാറിക്കൊണ്ടിരിക്കുന്നു. മണ്ണിൽ വന്നു ചേർന്നിട്ടുള്ള അവശിഷ്ടങ്ങൾ, മറ്റു പല അവശിഷ്ടങ്ങളും അത് വന്നു ചേരുന്നതോടെ മണ്ണിലത്തെ pH മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ പൂച്ചിപ്രാണികളും ചത്തു വീഴുന്നു, ഇലകളെല്ലാം വന്നു വീഴുന്നു, മറ്റു മരങ്ങളും കമ്പുകളും എല്ലാം ചീഞ്ഞ് മണ്ണിലേക്ക് ചെല്ലുന്നു. അതിലൊക്കെയുള്ള വസ്തുക്കളനുസരിച്ച്
നമ്മുടെ മണ്ണിലെ pH മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെല്ലാം തരത്തിലാണ് അല്ലേ, പ്രകാശം വന്നു ചേരുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മഴ വന്നു ചേരുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിലെല്ലാം നമ്മുടെ മണ്ണിലത്തെ ആ കെമിസ്ട്രീനെ, ബയോളജിക്കൽ കെമിസ്ട്രി, അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ആ ബയോ കെമിസ്ട്രിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓരോ ദിവസത്തിലും. അതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് അനിയന്ത്രിതമായിട്ട് മാറുമ്പോൾ മാത്രമാണ് വലിയ തോതിലുള്ള മാറ്റം വരുന്നത് അല്ലേ. അത് ചെടികൾ നിരന്തരമായിട്ട്, കൃഷിഭൂമി നിരന്തരമായിട്ട് പരിശോധിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത്. അതാണ് സ്ലൈഡ് നമ്പർ 5 പറയുന്നത്. സ്ലൈഡ് നമ്പർ 6 പ്രകാശത്തിൻ്റെ ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം പ്രകാശം വേണമെന്നുള്ളത്. അപ്പോൾ ഒരു ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഒരു സാധാരണ ചെടിക്ക് വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ 5000 മുതൽ 7000 വരെ ലക്സ് ലൈറ്റ് വേണമെന്നാണ് പറയുന്നത്. ഫ്ലവറിങ് സ്റ്റേജിൽ അത് കൂടും 10000 മുതൽ 20000 വരെ. ഫ്രൂട്ട് റൈപ്പനിങ് സ്റ്റേജിൽ 15,000 to 30,000 വേണം. നമ്മൾ സാധാരണ വെളിച്ചം, അതായത് കാലത്ത് തൊട്ട് വൈകുന്നേരം ഉച്ച ഒരു 11 മണി വരെയൊക്കെ നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു 15 to 30,000 ആയിരിക്കും ലക്സ്. അതാണ് വേണ്ടത്. അതേസമയം നട്ടുച്ച നേരത്തോ ഒരു 32,000 മുതൽ 1,00,000 വരെ ലക്സ് ഉണ്ടായിരിക്കും മിഡ് ഡേ. അതുകൊണ്ട് ഈ ആംബിയൻറ്റ് ഡേ സൺലൈറ്റ് എന്ന് വേണമെന്ന് പറയാറില്ലേ. എന്താ ആംബിയൻറ്റ് ഡേ സൺലൈറ്റ്? 10,000 to 25,000 ലക്സ്. അത് മിക്കവാറും കിട്ടുക ഒരു കാലത്തൊരു 7 മണി മുതൽ 11 മണി വരെ ആയിരിക്കും. 7 മണിക്കൊക്കെ ഒരു 2000 5000 തൊട്ട് തുടങ്ങി 11 മണിയാകുമ്പോഴേക്കും അതൊരു 25,000 എത്തും. അതാണ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ, ഡേ ലൈറ്റ്. അത് കഴിഞ്ഞ് അതേ ലൈറ്റ് പിന്നെ കിട്ടുന്നത്, അതുവരെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുകയാണ്. ഒരു 50,000 60,000 70,000 ലക്സിലേക്ക് പോകുമ്പോൾ സൊമാറ്റോകൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആംബിയൻറ്റ് ഡേ ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ സൊമാറ്റോകളൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കും. മനസ്സിലായല്ലോ അല്ലേ? അതാണ് സ്ലൈഡ് നമ്പർ 6 പറയുന്നത്. സ്ലൈഡ് നമ്പർ 6 ഒന്നും കൂടി പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സ്ലൈഡ് നമ്പർ 7 വരുന്നത് ഒരു ചെടിയെ സ്വാധീനിക്കുന്ന എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. അതിനെ പ്രൊപ്പോർഷൻ ചെയ്തിരിക്കുകയാണ്. വളരെ മുൻപത്തെ ഒരു കണ്ടെത്തലാണ്, അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പെർസിപ്പിറ്റേഷൻസും ദ സോയിൽ ടില്ലേജ് എന്തുമാത്രം പ്രശ്നം വരുത്തുന്നു, എയർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് പ്രശ്നം വരുത്തുന്നുണ്ട്, എങ്ങനെ എത്രമാത്രം ശതമാനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചാണ്. അതിൽ 5% കൂടുതലുള്ളത് മാത്രമാണ് ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. എത്രമാത്രം വളരെ സിവിയറായിട്ട് ബാധിക്കാം ആ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. പ്ലാന്റിൻ്റെ വെളിച്ചം കിട്ടുന്നതുകൊണ്ടുള്ള ഗുണം, അതിൻ്റെ വേരുകളുടെ വളർച്ച സ്ലൈഡ് നമ്പർ 8 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ലൈഡ് നമ്പർ 9 വന്നിട്ട് എല്ലാ പോഷകങ്ങളും ആവശ്യമുണ്ട്. മേക്ക് ഷുവർ പ്ലാന്റ്സ് ആർ ഗെറ്റിംഗ് സഫിഷ്യൻറ്റ് മിനറൽസ് അറ്റ് എനി ടൈം. ഏതെങ്കിലും ഒന്നിൻ്റെ കുറവ് മതി അതിൻ്റെ ഈൽഡിനെ ബാധിക്കാനായിട്ട്, അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുക. പുഷ്പങ്ങളുടെയും പൂക്കളുടെയും ഫലങ്ങളുടെയും ഒക്കെ ക്വാളിറ്റി എന്ന് പറയില്ലേ, റിച്ച്നെസ്, അതിനെ ബാധിക്കാൻ ഏതെങ്കിലും ഒരു പോഷകത്തിൻ്റെ കുറവുണ്ടായാൽ മതി, അത് മുഴുവനെയും ബാധിക്കുന്നത്. ഒരു പോഷകവും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, വളരെ കൂട്ടായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പോഷകത്തിൻ്റെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റു പല മൂലകങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കാതെ ആവുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി, എണ്ണം, വണ്ണം, ഭാരം, രുചി, പോഷക ഗുണം ഇതെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. ലീബഗ് തിയറിനെ ബേസ് ചെയ്തിട്ടുണ്ട് ആ ചിത്രം, അതും വായിച്ച് മനസ്സിലാക്കുക. ഈ എസെൻഷ്യൽ മൂലകങ്ങളും നോൺ എസെൻഷ്യൽ മൂലകങ്ങളും ബെനിഫിഷ്യൽ മൂലകങ്ങൾ എന്താണെന്നുള്ളതും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്ലൈഡ് നമ്പർ 9 അല്ലേ. സ്ലൈഡ് നമ്പർ 10 അതിനാണ് വിശദീകരിക്കുന്നത്. എന്നിട്ട് ആ മൂലകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആസ്കിൻ റേറ്റ് എന്ന് കാണിക്കുന്നില്ല, ആ തട്ടിൻ്റെ മേലഗ്രം വരെ. അതാണ് ഒരു ഫീൽഡ് ആവശ്യപ്പെടുന്നത്, ഒരു കൃഷിഭൂമി ആവശ്യപ്പെടുന്നത്. ആ ലെവലിൽ എല്ലാ പല കഷ്ണങ്ങളില്ലേ അത് മുഴുവൻ മേലോട്ട് മുട്ടിച്ച് നിർത്താനുള്ളതാണ്. അത്രയും പോഷകങ്ങൾ നിറവുണ്ടായിരിക്കണം അല്ലേ. ഒരു മിനിമം ആൻഡ് മാക്സിമം, തീർച്ചയായിട്ടും ഒരു മിനിമം ഉണ്ടായിരിക്കും, ഒരു മാക്സിമം ഉണ്ടായിരിക്കും ആ ഒരു സീസണിലേക്ക് വേണ്ടി വരുന്നത്. All elements are connect each other, support each other, giving access to the next function, or else plants cannot grow. എല്ലാ മൂലകങ്ങളും മറ്റു മൂലകങ്ങളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, വഴി കാണിക്കുന്നു, കൂട്ടായി പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ കുറവ് അവിടെ ഉണ്ടാവാൻ പാടില്ല. കുറവുണ്ടാവുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മറ്റെല്ലാ കുറവുകളും സംഭവിക്കും, എല്ലാ പ്രതിസന്ധികളും ഉണ്ടാവുകയും ചെയ്യും.
ത്രൂ പോളിസൾഫേറ്റ് ഓർഗാനിക് പോളിസൾഫേറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു പുതിയ വളപ്രയോഗത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. പോളിസൾഫേറ്റ് ഓർഗാനിക്കാണ്, നാച്ചുറലായിട്ട് തന്നെ. പണ്ട് കാലത്ത് ഇത്രയും നാച്ചുറലായിട്ടുള്ള വളപ്രയോഗങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നടന്നിരുന്നില്ല. ഇന്ന് അത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ വളരെ എളുപ്പത്തിൽ ചീപ്പായിട്ട് കിട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അനാവശ്യമായിട്ട് മണ്ണിനെ കേടാക്കുന്ന, പരിസരങ്ങളെ കേടാക്കുന്ന വസ്തുക്കളും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പോളിസൾഫേറ്റ് അങ്ങനത്തെ ഇതാണ്. അതിലേറ്റവും കൂടുതൽ സൾഫർ, പൊട്ടാസ്യം, മാഗ്നീഷ്യം ആൻഡ് കാൽസ്യം അത് വരുന്നു. ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു, മറന്നുപോയി. അടുത്ത സ്ലൈഡ് 10A ലീബക് തിയറിയുടെ ഒരു വിഷയം പറയുന്നുണ്ട്. അതിൽ അതായത് അതേപോലെ തന്നെ മിനറൽസിന്റെ പോലെ തന്നെ മറ്റു പല എൻസൈമുകളും, ആമിനോ ആസിഡ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. ആമിനോ ആസിഡ്സിൽ തന്നെ ഏതെങ്കിലും ഒന്നിന്റെ പ്രവർത്തനം ഇല്ലാതായി കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ആമിനോ ആസിഡ്സ് എല്ലാം ഇല്ലെങ്കിൽ ചെടികളുടെ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ, മനുഷ്യന്റെ ശരീരത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്നിനും കുറവ് വരാൻ പാടില്ല. സ്ലൈഡ് നമ്പർ 11 വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ജൊനാഥൻ ലൻഗ്രെയിൻ, ഞാൻ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എൻറ്റമോളജിസ്റ്റാണ്, സയൻറ്റിസ്റ്റാണ്. അമേരിക്കൻ ഗവൺമെൻറ്റിനായിട്ട് തെറ്റിയിട്ട് ഇറങ്ങിപ്പോകുന്ന ആളാണ്, USDAയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട നോട്ട്സാണത്. എത്ര കണ്ട് വൈവിധ്യം കൂടുന്നു ചെടികളുടെ ആയാലും പൂച്ചിപ്രാണികളുടെ ആയാലും അത്ര കണ്ട് ആ കൃഷിഭൂമി മെച്ചപ്പെടുന്നു. എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു അത്ര കണ്ട് കീടങ്ങളുടെ പ്രശ്നം ഇല്ലാതാകുന്നു. എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് കളകളുടെ പ്രശ്നം ഇല്ലാതാകുന്നു. അതാണ് ലൻഗ്രെയിൻ്റെ കണ്ടെത്തൽ. മൊത്തം സയൻസ് അംഗീകരിച്ചിട്ടുള്ളൊരു വിഷയമാണത്. എത്ര കണ്ട് പൂച്ചിപ്രാണികൾ വർദ്ധിക്കുന്നു അത്ര കണ്ട് റെഗുലേഷൻ, ഇൻസെക്ട് റെഗുലേഷൻ, പെസ്റ്റ് റെഗുലേഷൻ നടക്കുന്നു, വീഡ് റെഗുലേഷൻ നടക്കുന്നു, കൺട്രോൾ നടക്കുന്നു. അടുത്തത് സ്ലൈഡ് നമ്പർ 12 ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ക്യാൻ ബി ഇൻവെസ്റ്റിഗേറ്റഡ് യൂസിങ് കെമിക്കൽ മെത്തേഡ്സ്. നമ്മൾ ഓർഗാനിക്കിൻ്റെ എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ സാമൂഹ്യ വളർച്ച അനുസരിച്ച്, സയൻസിൻ്റെ വളർച്ച അനുസരിച്ച്, കെമിസ്ട്രിയിലൂടെ നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതേപോലത്തെ ഒരു വസ്തു നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ പ്യുവർ സാമ്പിൾസ്. നമുക്ക് രാസവസ്തുക്കൾ പലതും അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ, പക്ഷേ ഓർഗാനിക്കിന് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. Organic compounds are usually much more complex and larger than inorganic molecules. Initial directions. Use inorganic techniques and theory to study organic. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് എത്രമാത്രം കോംപ്ലക്സ് ആണ്, എത്രമാത്രം പ്രയോജനപ്രദമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ 2 പാർട്ട് സെക്ഷൻ തിരിച്ചുകൊണ്ട് ചെയ്തതാണ്. കുറച്ച് മനോഹരമായിട്ടുള്ള ഒരു രീതിയിൽ അവതരിപ്പിച്ചെന്ന് മാത്രം. കാർബൺ നൈട്രജൻ റേഷ്യോനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ ഈ സ്ലൈഡ് നമ്പർ 13 ഒന്നുകൂടി വിശദമായിട്ട് പോസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ മെറ്റീരിയൽസിൻ്റെ പല മിനറൽസ് എല്ലാം അതിൻ്റെ ആറ്റമിക് വെയിറ്റ് കൊണ്ട് താഴ്ന്നു പോകാൻ, ലീച്ച് ചെയ്തു പോകാൻ സാധ്യതയുണ്ടല്ലോ. അതിൻ്റെ ചില പ്രധാനപ്പെട്ട പോഷകങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാൽസ്യം, മാംഗനീസ്, ഫെറസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, ഇതെല്ലാം താഴ്ന്നു പോകാൻ സാധ്യതകളാണ് അല്ലേ. മണ്ണിൻ്റെ ആദ്യത്തെ 1 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിൽ നിന്ന് ഫസ്റ്റ് 1 ഇഞ്ച്, 2 ഇഞ്ച്, ഫസ്റ്റ് 3 ഇഞ്ച്, ഫസ്റ്റ് 4 ഇഞ്ച്, ഫസ്റ്റ് 5 ഇഞ്ച്, ഫസ്റ്റ് 6 ഇഞ്ച്, അതിലൂടെ ഇങ്ങനെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്. ആ റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളോട് ഒരുക്കി കൊടുക്കുക. ചില സമയത്ത് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ടി വരും. ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ല, ചെറിയ അളവിൽ, ഏറ്റവും ചെറിയ അളവിൽ. കാരണം നമുക്ക് അത്രയും പെട്ടെന്ന് വേഗതയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മിനറൽസ് എല്ലാം നമുക്ക് ചെറിയ അളവിൽ ഒരു പ്രാവശ്യം ഇടേണ്ട വളം നമ്മളൊരു 10 പ്രാവശ്യമായിട്ട് ഇടുന്ന രൂപത്തിൽ ഭാഗിച്ചുകൊണ്ട് ചെറിയ അളവിൽ പ്രയോഗിക്കുക. അതേസമയം തന്നെ നമ്മൾ ഓർഗാനിക്കിൻ്റെ അവസ്ഥകളെ നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. എന്നാൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളോട് ഒരുക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ലീച്ചിങ്ങും മറ്റുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ എമർജൻസി ആയിട്ട് നമുക്ക് പോഷകങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ തീർച്ചയായിട്ടും അതിനെ അഡ്രസ് ചെയ്യും വേണം. സ്ലൈഡ് നമ്പർ 15 പറയുന്ന സോയിൽ കാർബണെ കുറിച്ചാണ്. വൈ വി നീഡ് ടു ഇൻക്രീസ്. കാർബൺ എന്തിനു വർദ്ധിപ്പിക്കണം മണ്ണിൽ, അതിൻ്റെ ചില വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. അപ്ലൈ കോമ്പോസ്റ്റ്, അപ്ലൈ ടു ബയോ ഏജൻസ്, ബയോ സ്റ്റിമുലൻസ്, ഇൻക്രീസ് സോയിൽ ഫുഡ് വെബ് ആൻഡ് അലോ കാർബൺ റീസൈക്ലിംഗ് ഒക്കെയാണ്.
എല്ലാത്തരം സൈക്കിളുകളും, കാർബൺ സൈക്ലിംഗ് മാത്രമല്ല, ഹൈഡ്രജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, പൊട്ടാസ്യം സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, അങ്ങനെ എനിത്തിങ്, മോളിബ്ഡനം സൈക്കിൾ, ഇതെല്ലാം ഒരു സൈക്കിളാണ്. ആ സൈക്കിൾ പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിൽ ആ മണ്ണിനെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടിയിട്ടാണ് എല്ലാ ആവശ്യകതകളും, ചെടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആവശ്യകതകളും പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ മൈക്രോബുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആവശ്യകതകളും പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു മണ്ണ് സൃഷ്ടിച്ചിട്ട് നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം, ആഗോളതാപനം, അങ്ങനെയുള്ള എൻവിറോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ കാർബൺ, ഇങ്ങനെ കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റും, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതായത് പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥയ്ക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതേസമയം ഇന്നുള്ള പ്രശ്നങ്ങൾ ഇതേപോലെ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു 30-40 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളുടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് മനുഷ്യ സമൂഹം നീങ്ങാൻ പോകുന്നത്. അതല്ല എങ്കിൽ നമ്പർ 16 സ്ലൈഡ് നമ്പർ 16 ചില മൂലകങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ട്. ഞാൻ അത് വായിച്ച് മനസ്സിലാക്കാം. ഈ പോഷകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെടികളുടെ രോഗങ്ങളും കീടങ്ങളും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോഷകങ്ങളുടെ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൃഷിഭൂമി ഒരുക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത്. നമ്മുടെ കൃഷിയിൽ രോഗങ്ങൾ വേണോ, നമ്മുടെ കൃഷിഭൂമിയിൽ കീടങ്ങൾ വേണോ, നമ്മളുടെ ചെടികളിൽ രോഗങ്ങൾ വേണോ കീടങ്ങൾ വേണോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത് ഇത്രയും പോഷകങ്ങളുടെ ലഭ്യത ഉണ്ടാവുമ്പോഴാണ്. അല്ലെങ്കിൽ അവിടെ അതിൻ്റെ സൈക്ലിംഗ് നടക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ആ മണ്ണിനെ ഒരുക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ ഈ പോഷകങ്ങൾ ഉണ്ടാവില്ല അവിടെ മണ്ണിൽ. നമ്മൾ ആ രീതിയിൽ മണ്ണിനെ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പോഷകങ്ങൾ തന്നെ മണ്ണിൽ നിന്ന് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. മണ്ണിൽ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല. എന്താണ്, മണ്ണിൽ നിന്ന് ആ മൂലകങ്ങളെ ചെടികൾക്ക് പ്ലാന്റ് അവൈലബിൾ ഫോമിലാക്കി മാറ്റാനുള്ള മൈക്രോബുകൾ ഇല്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കില്ല. അവിടെ ഉണ്ടായാൽ പോലും നടക്കില്ല. അവിടെ ഉണ്ട്, 99% അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ അത് പ്ലാന്റ് അവൈലബിൾ ഫോമിലായിട്ട് മാറുന്നില്ല. അതിന് കാരണം മൈക്രോബുകളുടെ കുറവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ എൻസൈമുകളുടെ പ്രത്യേകത എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. അത് വായിച്ച് മനസ്സിലാക്കുക പോസ് ചെയ്തുകൊണ്ട്. പിന്നെയുള്ളത് പ്ലാന്റുകളുടെ വളർച്ച, സ്ലൈഡ് നമ്പർ 7 അതിൽ ലാൻഡ് പ്രിപ്പറേഷൻ പറയുന്നുണ്ടല്ലേ. നമുക്ക് എത്ര ഘട്ടങ്ങളാണ് ഒരു ചെടിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ, ലാൻഡ് പ്രിപ്പറേഷൻ, വിത്ത് നടുന്നു, വിത്ത് മുളയ്ക്കുന്നു, അത് 2 ഇലയായി മാറുന്നു, 4 ഇലയായി മാറുന്നു, 8 ഇലയായി മാറുന്നു, വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഫാസ്റ്റ് ആവുന്നു, പൂക്കൾ ഉണ്ടാവുന്നു, മൊട്ടുകൾ ഉണ്ടാവുന്നു, പൂക്കൾ ഉണ്ടാവുന്നു, കായകൾ ഉണ്ടാവുന്നു. ഇത്രയും സ്റ്റേജുകളാണ്. ഇതാണ് പ്ലാന്റ് ലൈഫിന്റെ സൈക്കിൾ. ഒരു പ്ലാന്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ നേരത്തെ നൈട്രജൻ സൈക്കിൾ, പൊട്ടാസ്യം സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾക്കുണ്ടൊരു സൈക്കിള്, മനുഷ്യന്മാർക്കും. നമ്മൾ കുട്ടിയായിട്ട് പ്രസവിക്കുന്നു, കുട്ടി രൂപത്തിൽ, അല്ലെങ്കിൽ മുലകുടിക്കുന്ന രൂപത്തിൽ, പിന്നെ ഇഴഞ്ഞു നടക്കുന്ന രൂപത്തിൽ, നടക്കാൻ തുടങ്ങുന്ന രൂപം, ടീനേജ് പ്രായം, യൗവനകാലം, മിഡിൽ ഏജ്, വാർദ്ധക്യകാലം, അങ്ങനെ നമ്മൾ മരിച്ചു പോകുന്നു. ഇതേപോലെ തന്നെ ചെടികൾക്കും. അപ്പോൾ ആ സമയത്തെല്ലാം ഈ വിൻഡോസിലെല്ലാം വേണ്ടുന്ന ഭക്ഷണവും വേണ്ടുന്ന സൗകര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് വളരാൻ സാധിക്കില്ല. ആ വ്യക്തി വളരുന്നതിലൂടെയാണ് അടുത്ത സമൂഹത്തിന്, ആ വ്യക്തിയുടെ ഒപ്പം ജീവിക്കുന്ന മറ്റു പലർക്കും ഗുണകരമായിട്ട് മാറുന്നത്. അവരുടെ ആ ഒരു സാമൂഹ്യ വളർച്ച അതെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയല്ല, പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ വ്യക്തിക്കും ആ ഒരു സമൂഹത്തിനും സാധിക്കുന്നു. എന്ന പോലെ തന്നെ ആ ചെടികളും ജീവിക്കുമ്പോഴും ആ മണ്ണിനെ മെച്ചപ്പെടുത്താനുള്ള, കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, മനുഷ്യന്മാരെ പോലെ തന്നെ. അപ്പോൾ ഒരാളുടെ ജീവിതവും എന്താ പറയുക, വെറുതെ അല്ല. ഓരോ സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും ജീവിതം വ്യർത്ഥമായി പോകുന്നില്ല. അവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ സമൂഹത്തെ പരിവർത്തനപ്പെടുത്താൻ, മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ചുറ്റുപാടുകളിൽ. എന്ന പോലെ തന്നെ ചെടികളും അതിമനോഹരമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അവരവരുടെ പങ്കുണ്ട്, പങ്കില്ലാത്ത ഒന്നുമില്ല. നമ്മുടെ സിസ്റ്റത്തിലാണ് അതൊന്നും പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ ആവുന്നത്. ഇന്നത്തെ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സിസ്റ്റത്തിലാണ് ഇതൊന്നും പ്രവർത്തിക്കാനോ ചെയ്തെടുക്കാനോ സാധിക്കാതെ വരുന്നത്. എല്ലാവരും അസ്വസ്ഥരാകുന്നത് അല്ലേ. അതിനെക്കുറിച്ചാണ്. ആ വളങ്ങളെല്ലാം എങ്ങനെ കിട്ടുന്നു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സോഴ്സ് ഫ്രം എയർ, വാട്ടർ ആൻഡ് സോയിൽ. ദെൻ സെക്കൻഡ്, ബട്ട് നീഡ് ടു പ്രിപ്പയർ ദ ആക്സസ് ആൻഡ് അവൈലബിലിറ്റി. പിന്നെ മറ്റുള്ള വസ്തുക്കൾ എങ്ങനെയുണ്ട്? സോഴ്സ് ഫ്രം ദ സോയിൽ ആൻഡ് ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് കണക്കാക്കരുത് കേട്ടോ. സോഴ്സ് ഫ്രം സോയിൽ, ആ മണ്ണിൽ തന്നെ. പിന്നെ നമ്മൾ ചേർക്കുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് മാറ്ററോ അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളോ ചേർക്കുന്നതോടുകൂടിയിട്ട് ഇതെല്ലാം കിട്ടാൻ സാധിക്കും. പ്ലസ് അവിടെ മൈക്രോബുകളും കൂടി ഉണ്ട്. ഈ പറയുന്ന എല്ലാ സംഗതികളും, സൈക്കിളും, അവിടുത്തെ സൈക്കിൾ, കാർബൺ സൈക്കിൾ, ഹൈഡ്രജൻ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ എല്ലാം പ്രവർത്തിക്കുന്നു. മറ്റെല്ലാ വസ്തുക്കളുടെയും ആ സൈക്കിൾ പ്രവർത്തിക്കുന്നു, വീണ്ടും മണ്ണിൽ തന്നെ വന്ന് ചേരുന്നു. അവശിഷ്ടങ്ങളായിട്ട്, പൊതയായിട്ടും ഒക്കെ മേൽഭാഗത്ത് വന്ന് ചേരുന്നു മൈക്രോബുകൾ. ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ.
ഞാൻ നേരത്തെ പറഞ്ഞ ചില വിഷയമാണ് അത്. ഞാൻ പല യൂട്യൂബുകളും പറഞ്ഞിട്ടുണ്ട്. വില്യം ആൽബർട്ടിനെ കുറിച്ച് അല്ലെ, ഇൻസെക്ട്സ് ആൻഡ് ഡിസീസ് ആർ ദ സിംറ്റംസ് ഓഫ് എ ഫെയിലിംഗ് ക്രോപ്പ്. അത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക. കീടങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത്. കൃഷിഭൂമി മെച്ചപ്പെടുന്നതോടുകൂടി കീടങ്ങളില്ലാതാവുന്നു. ചെടികൾ മെച്ചപ്പെടുന്നതോടുകൂടി കീടങ്ങളില്ലാതാവുന്നു. ചെടികളുടെ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് കീടങ്ങളും രോഗങ്ങളും വരുന്നത്, അല്ല നേരെ തിരിച്ചല്ല. കീടങ്ങൾക്കും രോഗവാഹകർക്കൊക്കെ ആരോഗ്യം ഉണ്ടെന്നുള്ളതല്ല, ചെടിയുടെ ആരോഗ്യത്തിന്റെ കുറവാണ് അവരെല്ലാം വന്ന് ചാഞ്ഞ മരത്ത് മോടിക്കയറുക എന്ന് പറയില്ല എന്ന പോലെ അല്ലെ. സ്ലൈഡ് നമ്പർ 19 അതിൻ്റെ ആ ബ്രിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മുൻപും യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്ന് ഓടിച്ച് നോക്കുക, വായിച്ച് മനസ്സിലാക്കാം. ഇതെല്ലാം സോയിൽ പ്രിപ്പറേഷൻ, മണ്ണൊരുക്കൽ, കൃഷിഭൂമി ഒരുക്കൽ, ആ സമയത്ത് ഇതെല്ലാം ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്ലൈഡ് ഇതിലും വെച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ എൻ്റെ ചെടികൾ വളരണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോഴല്ല, എൻ്റെ മകൻ ഡോക്ടറായിട്ട് മാറണം, എഞ്ചിനീയറായിട്ട് മാറണം, അല്ലെങ്കിൽ വളരെ പ്രതിഭാത്തമുള്ള കുട്ടിയായിട്ട് മാറണം, അല്ലെങ്കിൽ സയന്റിസ്റ്റായിട്ട് മാറണം എന്ന രൂപത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ ഒരുക്കിയെടുക്കുന്നത്. ഒരു അമ്മയോട് ചോദിച്ചാൽ അമ്മ ഗർഭസ്ഥയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്വപ്നങ്ങളൊക്കെ കാണും. അമ്മ ഒരുക്കിയെടുക്കണം ഒരു സമൂഹത്തിലേക്ക്. ആ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ എന്താ പറയുക, കുട്ടിയായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മകൻ ഇങ്ങനെയായിട്ട് മാറണം, കുറേ സ്വപ്നങ്ങളുണ്ടായിരിക്കും. മകൻ ഇങ്ങനെയായിട്ട് മാറണം, ഈ രൂപത്തിൽ വളരണം, എനിക്ക് ആ രൂപത്തിൽ വളർത്താൻ സാധിക്കണം, ഏറ്റവും മെച്ചപ്പെട്ട ഒരു വ്യക്തിത്വം ഉള്ളതായിട്ട് മാറാൻ സാധിക്കണം എന്നൊക്കെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കാരണം അമ്മ എല്ലാ പ്രിപ്പറേഷനും ഒരുങ്ങാൻ പോവുകയാണ്. പ്രസവിക്കാൻ പോകുന്നു, ആ കുട്ടിയെ വളർത്താൻ പോകുന്നു, കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ പോകുന്നു, നല്ല സ്പോർട്സ്മാൻ ആക്കാൻ, നല്ല സയൻറ്റിസ്റ്റ് ആക്കാൻ, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിലെ ചിന്തകളെ, സ്വപ്നങ്ങളൊക്കെ അമ്മ ഒരുക്കിയെടുക്കുന്നുണ്ടാവും. എന്ന പോലെ കൃഷിക്കാരനെ ഒരുക്കിയെടുക്കണം. കൃഷിക്കാരൻ്റെ ഭൂമി ഒരുക്കുന്ന പറഞ്ഞാൽ അമ്മ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലുള്ള പോലെയാണ്. കാരണം കൃഷിക്കാരൻ അയാളുടെ സ്വപ്നങ്ങളെ മുഴുവൻ അയാളുടെ ഗർഭത്തിൽ, അയാളുടെ ചിന്ത എന്ന ഗർഭത്തിൽ ഡിസൈൻ ചെയ്യണം. എൻ്റെ മണ്ണ് ഇങ്ങനെയായി തീരണം, എൻ്റെ മണ്ണ് അങ്ങനെയായി തീരണം, എൻ്റെ ചെടികൾ ഇങ്ങനെ വളരണം, എൻ്റെ ചെടിയിൽ നിറയെ കായകൾ ഉണ്ടാവണം എന്ന അമ്മ കുഞ്ഞിനെ ഓർത്ത് സ്വപ്നം കാണുന്ന പോലെ ആ ഗർഭാവസ്ഥയിൽ എന്ന പോലെ കൃഷിക്കാരൻ്റെ ആ ഒരു ചിന്താഗർഭം ഉണ്ടായിരിക്കണം ഈ ചിന്തകളെല്ലാം. കൃഷിഭൂമി എങ്ങനെ ഒരുക്കിയെടുക്കണം, അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഏത് രൂപത്തിൽ വളർത്തിയെടുക്കണം എന്നുള്ളതിൻ്റെയൊക്കെ. അമ്മ എത്ര കണ്ട് എഡ്യൂക്കേറ്റഡ് ആവുന്നു അതിനനുസരിച്ച് കുട്ടിയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറുന്നു. ചിന്തകളിലൂടെ, കാഴ്ചപ്പാടിലൂടെ, നല്ല നല്ല കാഴ്ചപ്പാടുകൾ, എല്ലാ മനുഷ്യരും ഒരേപോലെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മകനും ആ തലമുറ നന്നാവും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വളരെ വിദ്യാഭ്യാസത്തിൽ യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറയുന്നതോറും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അടുത്തത് ഇതിനെക്കുറിച്ച് തന്നെയാണ്, ലാൻഡ് പ്രിപ്പറേഷനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ടു സക്സീഡ് ഇൻ അഗ്രികൾച്ചർ പ്രാക്ടീസ്, വാട്ട് ഹാസ് ടു ബി ഡൺ? ലാൻഡ് പ്രിപ്പറേഷൻ, സോയിൽ ഹെൽത്ത്, പ്ലാന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, റൂട്ട് ഗ്രോത്ത്, വീഡ് കൺട്രോൾ, മോയ്സ്ചർ കൺസർവേഷൻ, ന്യൂട്രീഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം നിങ്ങളുടെ ആ സ്വപ്നത്തിലുണ്ടായിരിക്കണം, ആ ചിന്തയിലുണ്ടായിരിക്കണം, ചിന്താഗർഭത്തിൽ. നേരത്തെ പറഞ്ഞ പോലെ ഡിസീസ് ആൻഡ് പെസ്റ്റ് മാനേജ്മെന്റ്, ഇറോഷൻ കൺട്രോൾ, ഇറിഗേഷൻ, സോവിങ്, ഹാർവെസ്റ്റിംഗ്, കൺസർവേഷൻ സ്റ്റില്ലേജ്, സോയിൽ എയറേഷൻ, ഗ്രോയിങ് പ്ലാന്റ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അടുത്ത സീസണെക്കുറിച്ചും അടുത്ത ആഴ്ചകളെക്കുറിച്ച്, അടുത്ത മാസത്തെക്കുറിച്ച്, അടുത്ത ദിവസങ്ങളെക്കുറിച്ച്, മഴക്കാലത്തെക്കുറിച്ച്, വേനൽക്കാലത്തെക്കുറിച്ച്, ശരത്കാലത്തെക്കുറിച്ച്, ഇങ്ങനെ ആ ശൈത്യകാലം എന്നൊക്കെ പറയില്ല, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ സമയത്തേക്ക് ഇനി എന്ത് ചെയ്യണം എന്നതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം കൃഷിഭൂമി ഒരുക്കുന്ന സമയത്ത്. കാരണം അവരുടെ ജീവിതമാണ്, വരുമാനമാണ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയിട്ടാണത്, കമ്മിറ്റ്മെന്റ് ആണ് അല്ലെ. അതൊക്കെ നടത്തിയെടുക്കണ്ടേ. സ്ലൈഡ് നമ്പർ 22 ആ ഒരു ചെറിയ പ്രായം, ഒന്ന് ലാൻഡ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ചെടി വിത്ത് നടുന്നത് തൊട്ട് അതിന് 4 പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഹൈലി ഇമ്പോർട്ടൻറ്റ് വിൻഡോ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ അഗ്രികൾച്ചർ. ആ 4 പ്രായം ഉണ്ടാകുന്നവരുടെ ആ പ്രോസസ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എന്തെല്ലാം തകരാറ് വരുന്നോ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള തകർച്ചയും വളർച്ചയെല്ലാം. തകർച്ചയും തളർച്ചയും വളർച്ചയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ആദ്യത്തെ ആ ഒരു 6 വിൻഡോ, ആ സ്റ്റേജിനെ എങ്ങനെ നിങ്ങൾ പരിഗണിക്കുന്നതിനനുസരിച്ച്. അപ്പൊ ഈ സമയത്തെല്ലാം തന്നെ എസെൻഷ്യൽ എലമെന്റ്സ് വേണം.
ഓൾ മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ് അല്ലേ, ഇൻക്ലൂഡിങ് ക്ലോറൈഡ്, മോളിബ്ഡനം, കബാൾട്ട്, നിക്കൽ, സിലിക്കോൺ. അതായത് പലതും എഴുതിയിട്ടില്ല, പക്ഷെ ഇതെല്ലാം ആവശ്യമാണത്. സ്ലൈഡ് നമ്പർ 22 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പർ 23, സ്ലൈഡ് നമ്പർ 23. ഇൻ എനി ഫാമിംഗ് ഓൾ ദീസ് വിൻഡോസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ 6 മാത്രമല്ല, ആദ്യത്തെ 4 മാത്രമല്ല, പക്ഷെ ആദ്യത്തെ 1, 2, 3 നമ്മൾ 1-ാം ക്ലാസ്സിലെ പഠനം, 2-ാം ക്ലാസ്സിലെ പഠനം, 3-ാം ക്ലാസ്സിലെ പഠനം എന്ന പോലെ തന്നെ 1-ൽ എത്ര പഠിക്കുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എങ്ങനെ പഠിക്കുന്നു, അതിനനുസരിച്ചാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എങ്ങനെ പഠിക്കുന്നു, അതിനനുസരിച്ച് തേർഡ് സ്റ്റാൻഡേർഡ്. ഇതൊന്നും പഠിക്കാതെ നമുക്ക് 10-ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ തോറ്റു പോകുന്നു അല്ലേ, സിമ്പിൾ. അപ്പോൾ കൃഷി എങ്ങനെ പരാജയപ്പെടുന്നു? 10-ാം ക്ലാസ്സിൽ കുട്ടികൾ തോൽക്കുന്ന പോലെ. കാരണം 1-ാം ക്ലാസ്സിൽ ആരും ശ്രദ്ധിക്കാണ്ടായിരുന്നില്ല, 2-ാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നില്ല, പല അവസ്ഥകൾ കൊണ്ടും. 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ ഇങ്ങനെ എന്താ പറയുക, ഒന്നും അറിയാതെ ഇങ്ങനെ എഴുതി പോയി. ഓൾ പ്രൊമോഷൻ എന്ന് പറയില്ലേ, നമ്മളും കൃഷിക്കാരെ അവിടെ അതുപോലെ ചെയ്യണം, ഓൾ പ്രൊമോഷനാണ് കൊടുക്കുന്നത്. എന്നിട്ട് 10-ാം ക്ലാസ്സിൽ എത്തി തോൽപ്പിക്കും. പൂ വിരിയാനും കായ വിരിയാനാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കൂടി അവസാനം അത് കെട്ടുപോകുന്നു, കൃഷി പരാജയപ്പെടുന്നു, 10-ാം ക്ലാസ്സിൽ കുട്ടി തോൽക്കുന്ന പോലെ. അപ്പോൾ ആദ്യത്തെ 1 ഇഞ്ച് മണ്ണ്, 2 ഇഞ്ച് മണ്ണ്, 3 ഇഞ്ച് മണ്ണ്, 4 ഇഞ്ച് മണ്ണ്, 5 ഇഞ്ച് മണ്ണ്, 6 ഇഞ്ച് മണ്ണ്, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ എല്ലാം ഹ്യൂമിക് ആസിഡിന്റെ പ്രസൻസ്, ഫൾവിക് ആസിഡ്, അമിനോ ആസിഡ്, സീവീഡ്, പൊട്ടാസ്യം ഹ്യൂമേറ്റ്, പൊട്ടാസ്യം ഫോൾവേറ്റ്, മൈക്രോ കൺസോർഷ്യം, മൈക്രോബിയൽ കൺസോർഷ്യം, ഇതെല്ലാം ശരിയായ അളവിൽ സമയത്ത് ഉണ്ടായിരിക്കണം എന്നർത്ഥം. എന്നാലേ ഈ 10-ാം ക്ലാസ്സിൽ ചെന്നിട്ട് വിജയിക്കുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ജലസേചന രീതികൾ അല്ലേ, കൾച്ചറൽ പ്രാക്ടീസ്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സ്ലൈഡ് നമ്പർ 24-ലും അത് തന്നെയാണ് ഏകദേശം പറയുന്നത്. പെസ്റ്റിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഡിസീസ് എങ്ങനെ നിയന്ത്രിക്കണം അല്ലേ. ഇഫ് യു ഫെയിൽ എനി ഓഫ് ദിസ് വിൻഡോ, പെസ്റ്റ്, ഡിസീസ്, ലോസ് ഓർ ലെസ് ഓർ വീക്ക് പ്രൊഡ്യൂസ്, നിങ്ങൾക്ക് പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, കൃഷിയിൽ പരാജയപ്പെട്ടു പോകുന്നു. ചെറിയ പ്രായത്തിലാണ് സ്പൂൺ ഫീഡ് വേണം അല്ലേ. നമ്മൾ ചെറിയ കുട്ടികൾക്ക് പല കുറുക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല നമ്മൾ, 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക്. അത് കഴിഞ്ഞൊരു 4, 5, 8, 10 വയസ്സാകുമ്പോൾ അവർ സ്വയം തേടിയെടുത്തോളൂ എന്ന പോലെ. ഏറ്റവും ചെറിയ പ്രായത്തിൽ ആ വേരുകളുടെ പരിസരത്ത് ആ 1 ഇഞ്ച് മണ്ണിൽ നമ്മൾ സ്പൂൺ ഫീഡിങ് കൊടുക്കണം. 1 ഇഞ്ച് മണ്ണിൽ, 2 ഇഞ്ച് മണ്ണിൽ, 3 ഇഞ്ച് മണ്ണിൽ, അല്ലാതെ ഒരടി മണ്ണിന്റെ അപ്പുറത്തല്ല. കാരണം വേരുകൾ വന്ന് നിൽക്കുന്നത് വിത്ത് മുളച്ച 1 ഇഞ്ചിലും 2 ഇഞ്ചിലുമാണ് അല്ലേ. ആ പരിസരങ്ങളിൽ വേണം കൊടുക്കാനായിട്ട്. നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ, സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ. സ്ലൈഡ് നമ്പർ 25 ആ വിൻഡോസ് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, നമ്മൾ ട്രെയിനിന് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ, ആ ബസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ പൈസ കൊടുത്തിട്ട് കാര്യമുള്ളത്, ബുക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ 8:59 മണിക്ക് പോകേണ്ട ട്രെയിൻ 9 മണിക്ക് പോകും കൃത്യമായിട്ട്. അപ്പോൾ 8:55 വരെ നമുക്ക് ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ 8:59 വരെ ടിക്കറ്റ് കിട്ടും. 9:10 പോയി ടിക്കറ്റ് കിട്ടും? ഇല്ല. ട്രെയിൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതന്നെ കിട്ടും, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അതിൽ ഞാൻ ട്രെയിൻ പോയി കഴിഞ്ഞാലോ പിന്നെ കിട്ടില്ല അല്ലേ. നമ്മൾ ഓട്ടപ്പന്തയത്തിൽ ഹൈഡിൽസ് കാണിക്കാറില്ലേ, കൈമാറി കൊടുക്കുന്ന കോല് ഏതെങ്കിലും സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഓട്ടത്തിൽ പന്തയത്തിൽ വിജയിച്ചെന്ന് വരില്ലേ എന്ന പോലെ. അപ്പോൾ ഈ 25th സ്ലൈഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ആൻഡ് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ബയോ സ്റ്റിമുലൻസ്, ബയോ ഏജൻസ്, ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ബ്ലൂ ഡോട്ടഡ് ഗ്രാഫ് കാണിക്കുന്നുണ്ട് സ്ലൈഡ് നമ്പർ 26-ൽ. ആ ബ്ലൂ ഡോട്ട് ഉയർച്ചയാണ് കാണിക്കുന്നത്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച് 10-ാം ക്ലാസ് വരെ എത്തുന്ന പോലെ, അല്ലെങ്കിൽ +2-നും ഡിഗ്രിക്കൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ റിസർച്ചിന് പോകുന്ന പോലെ. അപ്പോൾ 1-ാമത്തെ ആ വിൻഡോയിൽ സമയത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ 2-ാമത്തെ വിൻഡോ ഫെയിലായി പോകും. 2-ാമത്തെ വിൻഡോയിൽ ഫെയിലായി കഴിഞ്ഞാൽ 3-ാമത്തെ വിൻഡോ ഫെയിലായി പോകുന്നു. 3-ാമത്തെ വിൻഡോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക വന്നിട്ടില്ലെങ്കിൽ 4-ാമത്തെ വിൻഡോ ഫെയിലാവുന്നു. അങ്ങനെ 5, 6, 7, 8 ഒക്കെ ഫെയിലാവുന്നു. അതേസമയം ഈ വിൻഡോയിൽ സമയാസമയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഏറ്റവും ഹയർ സ്റ്റേജിലുള്ള പ്രൊഡക്ടിവിറ്റി ഉൽപ്പന്നങ്ങൾ കിട്ടിയെന്ന് നല്ല മനോഹരമായിട്ടുള്ള ആപ്പിൾ ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, തേങ്ങ ആയിക്കോട്ടെ, ക്യാപ്സിക്ക ആയിക്കോട്ടെ, മുന്തിരി ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് കിട്ടും. ദീസ് ആർ ദ റിസൾട്ട് ഓഫ് ലാൻഡ് പ്രിപ്പറേഷൻ ആൻഡ് സബ്സീക്വന്റ് മാനേജ്മെന്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിസൾട്ട്, ഹയർ റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ സോയിൽ മാനേജ്മെന്റ്, സോയിൽ പ്രിപ്പറേഷൻ, ലാൻഡ് പ്രിപ്പറേഷൻ, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നാൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് എത്തുള്ളൂ. ഏത് കൃഷിക്കായാലും, ഇതെല്ലാ കൃഷിയിലും ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ഫർദർ സബ്സീക്വന്റ് മാനേജ്മെന്റ് പ്രാക്ടീസിലാണ് ചെടികളുടെ വളർച്ച അനുസരിച്ച്, ചെടികളിലുണ്ടാകുന്ന പ്രകടനപരതയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളനുസരിച്ച് പലതും എക്സ്ട്രാ ചേർക്കുക എന്നുള്ളത്. അത് പിന്നീടാണ്, അത് നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കുള്ളൂ.
ഓരോ ദിവസത്തെയും പ്രവർത്തനം അനുസരിച്ച്, ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചയിലും മൈക്രോബിയൽ പ്രവർത്തനം എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും അടുത്ത ആഴ്ചയിലത്തെ ചെടിയുടെ പ്രകടനപരത. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ, ചെറിയ പ്ലസ് ഓർ മൈനസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴും ലാൻഡ് പ്രിപ്പറേഷൻ, സോയിൽ പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേജ് 1, വിൻഡോ 1 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ സ്പൂൺ ഫീഡിങ് ടൈം ഓർ ദ പ്രിപ്പറേഷൻ സമയം, അല്ലേ? ബെഡ് പ്രിപ്പറേഷൻ, കുട്ടിക്ക് തൊട്ടിയൊരുക്കുന്ന പോലെ, പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മമാരൊക്കെ തൊട്ടിയൊരുക്കില്ലേ, നല്ല കിടക്കൊക്കെ, അതുപോലെ കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങളാണ് ഇതൊക്കെ, അല്ലേ? സ്ലൈഡ് നമ്പർ 27, 28 ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഓർഗാനിക് മാറ്റർ, ഡീകമ്പോസിഷൻ, ന്യൂട്രിയൻറ്റ് മിനറലൈസേഷൻ, ന്യൂട്രീഷണൽ സപ്പോർട്ട്, പാത്തജൻ പ്രിവെൻഷൻ, സോയിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ നമ്മളതിന് അവിടെ വിശദീകരിക്കുന്ന സ്ലൈഡ് നമ്പർ 28. നമ്മളുടെ ആ സബ്സീക്വൻറ്റ് പ്രാക്ടീസ് എന്ന് പറയില്ലേ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഓർഗാനിക് മാറ്റർ ഡീകമ്പോസിഷൻ നടത്താനുള്ള എൻസൈമുകളൊക്കെ കൊടുക്കുക, ന്യൂട്രിയൻറ്റ് മിനറലൈസേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തെടുക്കുക, ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുക, പാത്തജൻ പ്രിവെൻഷൻസ്, ഈ രോഗകീടങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് മുൻകൂട്ടി എടുക്കുക, മുൻകൂറായിട്ട് എടുക്കുക. സോയിൽ ഹെൽത്ത് ഇൻഡിക്കേഷൻ, എങ്ങനെയാണ് മണ്ണിൻ്റെ അവസ്ഥ എന്നതൊക്കെ നമ്മൾ തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിലാക്കുക. വെള്ളം നഷ്ടപ്പെടുന്നുണ്ടോ, വെള്ളം ഒഴിക്കാതിരുന്നിട്ടുണ്ടോ, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും അഴുകലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ഇതൊക്കെ ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്യണ്ടേ. അതിനനുസരിച്ചുള്ള വിൻഡോ, ആ ഒരു വിൻഡോ പൂർത്തീകരിക്കാനാണ് പറയുന്നത്. സോ സ്ലൈഡ് നമ്പർ 29. നിങ്ങളുടെ ചെടികളിൽ രോഗമുണ്ടോ, കീടുണ്ടോ, അല്ലെങ്കിൽ വളർച്ചക്കുറവുണ്ടോ, സ്തംഭനമുണ്ടോ, മുരടിപ്പ് ഉണ്ടാവുന്നുണ്ടോ? നിങ്ങളുടെ സോയിൽ എങ്ങനെയാണ് ആരോഗ്യത്തോടെ അല്ലാതാണെന്ന് മനസ്സിലാക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇഫ് യുവർ സോയിൽ ഹാവ് വീഡ്സ്, കളകളുണ്ടെങ്കിൽ, മണ്ണ് കോമ്പാക്റ്റഡ് കെട്ടിയുറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ചെടികളിൽ രോഗങ്ങളും കീടങ്ങളുടെ അറ്റാക്ക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ചെടികൾക്ക് മൈക്രോബിയൽ അസോസിയേഷൻ ബിലോ ആൻഡ് അബോവ് ഗ്രൗണ്ടിൽ ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നിരന്തരമായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കും. നോ മൈക്രോബ്സ്, നോ ലൈഫ്. സൺ, പ്ലാന്റ്സ്, മൈക്രോബ്സ്, ഇതെല്ലാം ആവശ്യമാണ്. സൺലൈറ്റ് ആവശ്യം, സൺ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, പ്ലാന്റ്സ്. സ്ലൈഡ് നമ്പർ 29 ഇത് വിവരിക്കുന്നത്, അല്ലേ? നമ്മളുടെ യുഎന്നിൻ്റെ കണക്ക് പ്രകാരം, അക്കോർഡിംഗ് ടു UN, 90% ഓഫ് ദ സോയിൽ വിൽ ബി ഡിഗ്രേഡഡ് ബൈ 2050. 2050 ആകുമ്പോഴേക്കും 90% നമ്മളുടെ മണ്ണ് ഡിഗ്രേഡഡ് ആയിട്ട് മാറിക്കഴിയും. നമ്മൾ അന്ന് വലിയൊരു ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നേരിടാൻ പോവാണ് നമ്മൾ ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഈ ലാൻഡ് പ്രിപ്പറേഷൻ, സോയിൽ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള മണ്ണിനെ മാറ്റിമറിക്കൽ, ഏറ്റവും മെച്ചപ്പെടുത്തിയെടുക്കുന്ന അവസ്ഥയിലേക്ക് ബയോസ്റ്റിമുലൻസ്, ഓർഗാനിക് മാറ്റർ, കാർബൺ അളവ്, മൈക്രോബിയൽ റിച്ച്നെസ്, മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി, പ്ലാന്റ് ഡൈവേഴ്സിറ്റി, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മൾ അഭിമുഖീകരിക്കാവുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ സാധിക്കുള്ളൂ നമുക്ക്. അതല്ലെങ്കിൽ നമ്മൾ ഏതാനും 10, 20, 30 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളുടെ സമൂഹം തമ്മിലടിച്ച് ചത്തുകൂടേണ്ട അവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ്. ഇതൊന്നുമില്ലാതെ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് നല്ലൊരു കൃഷിഭൂമി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ അവസാനിപ്പിക്കട്ടെ. ഇത് കുറെ ചിന്തകൾ നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളത്, കൃഷി പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ അതിനേക്കാൾ കുറെ ചിന്തകൾ നിങ്ങളിൽ രൂപപ്പെട്ടു വരണം. മണ്ണിനെ മനസ്സിലാക്കുന്ന, മണ്ണിനെ നോക്കിക്കാണേണ്ട, ചെടികളെ നോക്കിക്കാണേണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതൊരു ലാൻഡ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞെന്ന് മാത്രം. തീർച്ചയായിട്ടും അത് കൃഷിക്കാർക്ക് ഉപകരിക്കും. ഈ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. Thank you very much.